എല്ലാ ഡയറ്റീഷ്യൻസും ന്യൂട്രീഷനിസ്റ്റ് ആണ്, പക്ഷെ എല്ലാ ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യൻ അല്ല. ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനെപ്പറ്റി ഒരു മിനിമം നോളജ് എങ്കിലും അവർക്ക് വേണ്ടേ? നല്ല നോളജ് വേണം. ഞാൻ ചോറ് കഴിച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെങ്കിൽ മെഡിക്കലി ഞാൻ എന്തിനു ചോറ് നിർത്തണം? ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് വൈകുന്നേരം അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്ന സമോസയും പരിപ്പോടെ ഉഴുതുവടയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അതാ ഞാൻ പറയാൻ വന്നേ. പലരും പറയും ഞാൻ ദിവസവും വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കും. അതിൽ ഒരു സയൻസും ഇല്ല. അതുപോലെ ഈ ഡീടോക്സിംഗ് ഇല്ലേ, ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഞാൻ എതിരാണ്. കാര്യം നമ്മുടെ ലിവറും കിഡ്നിയും അതിന്റെ ജോലി ചെയ്യും. അവർക്ക് നമ്മൾ ഒരു സഹായം ചെയ്യണ്ട. കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പ് ഉള്ളതിനേക്കാളും ഒരുപാട് അലർജീസ് ഉണ്ട് ആൾക്കാർക്ക്. കേട്ടിട്ട് പോലും ഉണ്ടാവില്ല റൈസ് അലർജി. അതെ, ഒരു സംഭവം എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ്. ഞാനിനി മുതൽ ചായയും പാലും അത് വളരെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒരു സ്റ്റേറ്റസ് സിമ്പിൾ ആണ്. ഗ്ലൂട്ടത്തയോൺ ഒരു ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആകുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, വെറുതെ പോയിട്ട് നമ്മൾ ബ്രെഡ് വാങ്ങിക്കാൻ പോകുന്ന ഐ എം ഗെറ്റിംഗ് മൈ ഗ്ലൂട്ടത്തയോൺ IV ഷോട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര പേര് റീൽസ് ഇടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫേക്ക് മെഡിസിൻസ് ഉണ്ടാക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. പ്രോട്ടീൻ പൊടിക്കകത്ത് എത്രത്തോളം ജെനുവിൻ പ്രോട്ടീൻ ആണെന്ന് നമുക്കറിയില്ല. ഇപ്പം എല്ലാവരും വൈറ്റമിൻ D ഡെഫിഷ്യന്റ് ആണ്. അതിപ്പോ കുറച്ച് കാലമായിട്ടല്ലേ കേട്ടു തുടങ്ങി. വെയിൽ കൊള്ളുന്നില്ല. ഉപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്. ചിലര് പറയില്ലേ BP കൂടി, ഞാൻ ഉപ്പ് കംപ്ലീറ്റ്ലി വിട്ടു. അതാണ് ദോഷം. ടെൻഷൻ വരുന്നു, സ്ട്രെസ് വരുമ്പോഴത്തേക്കും എന്താ ആൾക്കാർക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം തോന്നുന്നു. ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, വയസ്സായില്ലേ ഇനി അത് വേണ്ട. അവർക്കും മുട്ട വേണം, അവർക്കും ചിക്കൻ വേണം, മീൻ വേണം, ഫാറ്റ് ഇല്ലാത്ത ബീഫ് എല്ലാം കഴിക്കാം. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ 19ാമത്തെ വയസ്സിൽ ഇതെനിക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. ചായയും പാലും അല്ലാതെ വേറെ ഒന്നും കുടിച്ചിട്ടില്ല. ഫുഡ് കഴിച്ച് വണ്ണം വെക്കുന്നവരുണ്ട്, ചിലർക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട്. 50 കിലോ ഉള്ള ഹൈ കൊളസ്ട്രോളും ലിവർ എൻസൈം എലിവേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് എനിക്കുണ്ട്. 90-95 കിലോയിൽ ക്ലീൻ ബ്ലഡ് വർക്ക് ഉള്ള ക്ലയൻസും ഉണ്ട്. ഗ്രേവിയിൽ ഒരു പ്രശ്നമില്ല. അത് മെഗെയിൻ ഒരു മിസ്കൺസെപ്ഷൻ ആണ്. പ്രോട്ടീൻ കിട്ടണമെങ്കിൽ മഞ്ഞ കളയണ്ട. മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല. പൊറോട്ടയും ബീഫും എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം? എങ്ങനെയും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റൂല. ആൽക്കഹോൾ അല്ല പ്രശ്നം, എങ്ങനെ കുടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ കൂടെ കഴിക്കുന്നത്. പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യു ആർ വാട്ട് യു ഈറ്റ്. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം കഴിക്കാൻ. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി എന്താണ്, എന്തൊക്കെ കഴിക്കാം, എപ്പോൾ കഴിക്കണം, എപ്പോൾ കഴിക്കരുത്, അതിൽ നമ്മുടെ മാക്രോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതോ അതിന്റെ ആവശ്യമുണ്ടോ? ഇതൊരു ന്യൂട്രീഷണൽ ഗൈഡ് ലൈൻ അല്ല, പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഷോർട്സ് ആയും റീൽസ് ആയും ഇടുന്നുണ്ട്. അതും കാണാൻ ശ്രമിക്കുക. ഈ എപ്പിസോഡിൽ നിന്നും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. അത് ചിലപ്പോൾ മറ്റൊരാളിന്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷന് വഴിതെളിച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോടൊപ്പം ഉള്ളത് ലക്ഷ്മി മനീഷാണ്. ലക്ഷ്മി മനീഷ് ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റി ക്ലയൻസുകളുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റ് കൂടിയാണ്. അപ്പം ഭക്ഷണത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യവും, നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, ആ ഡീറ്റെയിൽസ് എല്ലാം അരച്ച് കലക്കി കുടിച്ച് പഠിച്ച ഒരു ന്യൂട്രീഷനിസ്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം ലക്ഷ്മി ചേച്ചി, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. നമസ്കാരം. എല്ലാവർക്കും ഈ ഡയറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ വർക്കൗട്ട്, ജിം എന്നൊക്കെ പറഞ്ഞാലും അതിൽ എപ്പോഴും പറയും 70% നമ്മുടെ ഡയറ്റും ബാക്കിയാണ് നമ്മുടെ വർക്കൗട്ടും. അപ്പം അതിൽ എല്ലാവരുടെ ലൈഫിലും ഒരു മേജർ പാർട്ടാണ് നമ്മുടെ ഫുഡ്, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് കഴിക്കുക, ഡയറ്റ് എന്നൊക്കെ പറയുന്നത്. പലർക്കും ഉള്ളൊരു ഡൗട്ട്, ഇപ്പോഴും അറിയാത്തൊരു കാര്യം, ഈ ന്യൂട്രീഷനിസ്റ്റും അതുപോലെ ഡയറ്റീഷ്യനും ഇത് രണ്ടും ഒന്നാണോ, രണ്ടും രണ്ടാണോ എന്നുള്ളതൊക്കെ. ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അത് രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ഡയറ്റ് എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഡയറ്റും ഇതും എന്ന് പറഞ്ഞ പോലെ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് എല്ലാവർക്കും വർക്ക് ചെയ്യാത്ത പോലെ. അപ്പം രണ്ടുപേരും ചെയ്യുന്നത് ഓരോരുത്തരുടെ ബോഡി നീഡ്സ് അനുസരിച്ച്, അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് അവർക്ക് നല്ല ഒരു ഈറ്റിംഗ് പാറ്റേൺ ചാർട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് രണ്ടുപേരും ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പോൾ പറയുകയാണെങ്കിൽ പറയാം, എല്ലാ ഡയറ്റീഷ്യൻസും ന്യൂട്രീഷനിസ്റ്റ് ആണ്, പക്ഷെ എല്ലാ ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യൻ അല്ല. ഏകദേശം ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, ഒരേപോലെ ചെയ്തു പോകുന്നു. ഡയറ്റീഷ്യൻസിന് അവർക്കൊരു ലൈസൻസ് ഉണ്ട്, ന്യൂട്രീഷനിസ്റ്റിന് അങ്ങനെയില്ല. ഇന്ത്യയിൽ അവർക്കൊരു ലോ ഉണ്ട്, അതിന്റെ അടിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഹോസ്പിറ്റൽസിനെ ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലേ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അങ്ങനെ ചോദിച്ച് വരുന്നവരും. പിന്നെ നമുക്ക് സർട്ടിഫൈഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് നമ്മൾ പഠിച്ച് അതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ അത് കഴിഞ്ഞിട്ടാണ് സർട്ടിഫൈഡ് ആവുന്നത്. അവരെ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ എന്നാണ്. പക്ഷെ ഇപ്പം അല്ലാതെയും ചെയ്യുന്നവരുണ്ടാവാം.
വെളിയിലുള്ള 1-2 പേര് ചോദിച്ചിട്ടുണ്ട് സർട്ടിഫൈഡ് ആണോ എന്നൊക്കെ. കാര്യം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടാലും എല്ലാവരും ന്യൂട്രീഷനിസ്റ്റ് ആണ്. യു ഷുഡ് ബി സർട്ടിഫൈഡ്, ക്വാളിഫിക്കേഷൻ വേണം, പഠിക്കണം, എന്നിട്ടേ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതിയില്ലേ. അപ്പോൾ ചേച്ചി എങ്ങനെ ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയത്? എൻ്റെ ജേർണി എന്ന് പറയുമ്പോൾ ഞാൻ ഓൾവേസ് വണ്ണുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ റിസർച്ചിലാണ് തുടങ്ങിയത്. കുറേ കഴിഞ്ഞു, അത് കഴിഞ്ഞു കുഞ്ഞ് വന്നു, ഞാൻ 100 ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് റിസർച്ച് അതും അടുത്തു, എൻ്റെ ടൈമിങ്സ് ശരിയായില്ല. അപ്പം ഞാൻ തനിയെ കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചു, എല്ലാ ദിവസവും ജിമ്മിൽ പോയി. ഞാൻ എൻ്റെ വെയിറ്റ് ഒരു 10-25 കിലോ കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആ ഒരു പാഷൻ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ പഠിച്ചു, ഞാൻ സർട്ടിഫൈ ചെയ്തു, അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 12-15 years ആയി. ഇപ്പം എൻ്റെ കുഞ്ഞിന് 25 വയസ്സായി. അപ്പം ആ ഒരു അത്രയും പ്രായമുണ്ട്. അതെ 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 അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇത്രയും ക്ലയന്റുകൾ നമ്മൾ നോക്കുമ്പോഴേ ഈ സെലിബ്രിറ്റി ഡയറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫിലിമിൽ അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സിനിമയോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനോ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ബോഡി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യും. അതിനെ കോപ്പി ചെയ്തിട്ട് ഇതെന്തൊക്കെ ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാതെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് ആ ഡയറ്റ് ഫോളോ ചെയ്ത് പല പ്രശ്നങ്ങളിലും പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് അറിയാം. അതെ, ക്രിസ്ത്യൻ ബെയിലും മറ്റേ പൃഥ്വിരാജും ഒക്കെ ചെയ്ത പോലെ പൃഥ്വിരാജ് മറ്റേ ആടുജീവിതത്തിന് വേണ്ടി ഒരുപാട് അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഇതെന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടിയിൽ ഇപ്പം ഇതൊക്കെ തോന്നി എനിക്കൊന്ന് ഈ ഫിലിമിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ പൃഥ്വിരാജെന്ന് പറഞ്ഞുകൊണ്ട് പറയാം, എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫുൾ ഇതിൽ നിന്നിട്ടാണ് അത് ചെയ്തത് ആ സിനിമയ്ക്ക് വേണ്ടി. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടിട്ട് മറ്റേ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, രാവിലെ എണീറ്റിട്ട് ഉച്ച വരെ പട്ടിണി ഇരിക്കുക, അങ്ങനെ പലതും അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ ഓരോന്നില്ല. ഇപ്പം എന്നെ ആ ക്യാമറയുടെ ഫ്രണ്ട് അവിടെ കൊണ്ടിരുത്തി എനിക്ക് എടുക്കാൻ പറ്റൂലല്ലോ ഇത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വിവരമുള്ള കാര്യം നമ്മൾ ചെയ്യാം. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അവന് വണ്ണം ഉണ്ടായിരുന്നു, ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പം ഇതുപോലെ അവൻ അവിടുന്ന് ഇവിടുന്നൊക്കെ റീൽസ് കണ്ടിട്ട് അവൻ ആക്ച്വലി പട്ടിണി കിടന്നു. ഒരു 10-16 ദിവസം ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് പട്ടിണി കിടന്ന് അവസാനം ഹോസ്പിറ്റൽ ICU കിടന്നിട്ട് പിന്നെ അപ്പോഴാണ് അവൻ നിർത്തിയത്. എനിക്കും അങ്ങനെ ക്ലയൻസ് വന്നിട്ടുണ്ട്. ഒരു ഡയറ്റ് എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. ഇപ്പോൾ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതും ഒരു സൊല്യൂഷൻ അല്ല. നമുക്ക് എന്താണ് നമ്മുടെ ഇഷ്യൂ എന്ന് കണ്ടുപിടിക്കുക. അതൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ആ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അവരെന്താന്ന് പറഞ്ഞാൽ ചെയ്യും. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് കേറ്റർ ചെയ്തിട്ടൊരു ഭക്ഷണ രീതി പറഞ്ഞു കൊടുക്കുക. അതാണ് ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് രാവിലെ ദോശ പറ്റുമായിരിക്കും. ഒരു സിവിയർലി ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് രാവിലെ പുട്ടോ അരിദോശയോ കഴിച്ചാൽ ഡെഫിനറ്റ്ലി അവരുടെ വാല്യൂ കൂടും. അപ്പം ആ ആൾക്ക് ഗോതമ്പോ മില്ലറ്റോ എന്തെങ്കിലും ആയിരിക്കും പറയുക. ബേസിക്കലി ഓരോരുത്തർക്ക് പറ്റുന്നത്, ഉടുപ്പ് അവരവരുടെ അളവിൽ തച്ചിടുന്ന പോലെ അവരവർക്ക് പറ്റുന്നത് ചെയ്യുക. അതിന് ക്വാളിഫൈഡ് ആയിട്ട് ഉള്ള ഒരാളുടെ ഹെൽപ്പ് നോക്കുക, അത്രയേ ഉള്ളൂ. ഈ സൂപ്പർ ഫുഡ്, മിറക്കിൾ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരും. ഓക്കെ, പുതിയ സാധനം ഇതിൽ അതുമായിട്ട് അടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തടി കുറയും. 10 ദിവസം കൊണ്ട് നമുക്ക് വെയിറ്റ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബെലി ഫാറ്റ് കുറയ്ക്കാം. കൂടുതലും ഇപ്പോൾ കേട്ട് വരുന്ന ട്രെൻഡിങ് ആയിട്ട് വരുന്ന സാധനമാണ് ഈ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. അപ്പം ഈ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു ബ്രോഡർ വേയിൽ പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്, പക്ഷെ കാലറി കുറവായിരിക്കും. അതാണ് ഒരു സൂപ്പർ ഫുഡ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നല്ല ഡയറ്റിന്റെ ഭാഗമായിട്ടൊരു സൂപ്പർ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. ഇപ്പൊ ഞാൻ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അൺഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു സൂപ്പർ ഫുഡ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെറീസ് ഒരു സൂപ്പർ ഫുഡാണ്. അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫ്ലാവനോയിഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് നമുക്ക് ഹാർട്ടിന് നല്ലതാണ്, നമ്മുടെ സെൽസിന് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഡെഫിനറ്റ്ലി നമ്മുടെ സെൽസിനെ അസുഖങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാവിലെ ബർഗർ കഴിച്ച് എയറേറ്റഡ് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് രാത്രി കുറച്ച് ബെറീസ് കഴിച്ച് കിടന്നാൽ അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് സൂപ്പർ ഫുഡിനെ ഇൻക്ലൂഡ് ചെയ്യുക. എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇപ്പം എനിക്ക് ഗട്ടിനാണ് ഇഷ്യൂ. ഗട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗട്ട് ബ്രെയിൻ കണക്ഷൻ. ഗട്ട് ശരിയായാൽ നമ്മൾ ഒരു 95% ശരിയാവും. നമ്മുടെ മൂഡ് സ്വിങ്സ്, നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം. എൻ്റെ ഗട്ട് കോംപ്രമൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ റീസൺ അന്വേഷിക്കാതെ അതിനുള്ള കാര്യം ചെയ്യാതെ ഞാൻ കുറേ സൂപ്പർ ഫുഡ്സ് കഴിച്ചു എന്നും പറഞ്ഞ് ഒരു കാര്യമില്ല. ആദ്യം എന്താണ് പ്രോബ്ലം എന്ന് അഡ്രസ്സ് ചെയ്യുക, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ കഴിക്കുന്ന എല്ലാം സൂപ്പർ ഫുഡ് തന്നെയാണ്. നമ്മൾ ഈ ഇപ്പം എന്താ, സാൽമൺ സൂപ്പർ ഫുഡാണ്, ബ്രോക്കലി സൂപ്പർ ഫുഡാണ്, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്, ഇതെല്ലാം സൂപ്പർ ഫുഡാണ്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ വെറുതെ മുരിങ്ങയില തോരൻ കഴിച്ചു അല്ലെങ്കിൽ മുരിങ്ങയില സ്റ്റീം ചെയ്ത് കഴിച്ചു എന്നും പറഞ്ഞ കാര്യമില്ല.
അതൊരു ഭാഗമായിരിക്കണം. അപ്പം നമ്മുടെ പ്ലേറ്റിൽ അത് ബാക്കിയുള്ളതിൻ്റെ കൂടെ വരണം. ഇപ്പോൾ നമ്മൾ മാക്രോസ് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ വ്യക്തിയുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഡയറ്റ് ഡിസൈൻ ചെയ്യുന്നത്. എന്നാലും ഒരു ആവറേജ് ഒരു കോമൺ മാൻ നോക്കുവാണെങ്കിൽ അവരുടെ മാക്രോസ് നോക്കുമ്പോൾ ദിവസത്തിൽ എത്ര കാലറി ഒരാളിന് എടുക്കാം, അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരാളിന് എത്ര കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാം. എൻ്റെ ഒരു ക്ലയൻറ്റിനോടും ഇന്നേ വരെ ഇത്ര കാലറി, ഇത്ര കാർബ്, ഇത്ര പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വളരെ സ്ട്രെസ്ഡ് ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഈ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇത്ര കാലറി അല്ലെങ്കിൽ ഇത്ര പ്രോട്ടീൻ, ഇത്ര ഫാറ്റ്, ഇത്ര ഫൈബർ എന്ന് പറയുന്നതിനേക്കാളും ഒരു പ്ലേറ്റ് ആലോചിച്ചാൽ എല്ലാം ഏകദേശം ഒരു ബാലൻസ് ഉണ്ടാവണം. ബാലൻസ് ഇൻ ദ സെൻസ് അതിൽ പ്രോട്ടീൻ കൂടുതലിരിക്കട്ടെ, കുറച്ച് കാർബ് വരട്ടെ, നല്ല ഫാറ്റ് വേണം, എന്നിട്ട് ഫൈബറും വരണം. ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പിടിച്ചോറ്, ഒരു 5-6 കഷ്ണം മീനോ ചിക്കനോ, കുറച്ച് വെജിറ്റബിൾസ്, ഇങ്ങനെ വരുന്നതാണ് ഒരു നല്ല മീല്. കാലറി കൂട്ടണ്ട, മൈക്രോ മാക്രോ ഒന്നും വേണ്ട, ഇതിനകത്തെല്ലാം കിട്ടും. അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒബീസിറ്റിയിൽ നിന്ന് മാറി കറക്റ്റ് വെയിറ്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലനോട് ചോദിക്കും, ഞാൻ കഴിക്കുന്ന ഇതിൽ എത്ര കാലറീസ് ഉണ്ട് മാം? ഞാൻ പറഞ്ഞു, ഡോണ്ട് കൗണ്ട്, ഞാനും കൗണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ വെറുതെ പോകുന്ന ഒരാളാണെങ്കിൽ അവരുടെ കാലറി ആവശ്യവും നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ കാലറി ആവശ്യവും വ്യത്യാസമുണ്ട്. ഒരു 1000-1200 കാലറി മതിയായിരിക്കും ഒരാൾക്ക്. പക്ഷേ നന്നായി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കാലറി അവിടെ കൂടുതൽ വേണം, പ്രോട്ടീനും അവിടെ കൂടുതൽ വേണം. അപ്പോൾ പിന്നെ ഒരുപാട് ഡിഫറൻസ് വരും. ഞാൻ അവരുടെ പ്രീ വർക്കൗട്ട് മീലിനെ കുറിച്ച് ആലോചിക്കും, പോസ്റ്റ് വർക്കൗട്ട് മീലിനെ കുറിച്ച് ആലോചിക്കും, വാട്ടർ ഇൻടേക്ക് ആലോചിക്കും. വെറുതെ ഓഫീസിൽ പോയി വരുന്നു, ചെറിയൊരു നടത്തം ചെയ്യുന്നു, അങ്ങനെ ഒരാൾക്ക് അത്ര ആവശ്യമില്ല. എഗെയിൻ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് അത്രയും കാലറി വേണ്ട, ആണുങ്ങൾക്ക് കുറച്ചുകൂടെ കാലറി വേണം. വർക്കൗട്ട് ചെയ്യുന്ന ഇപ്പോൾ ഹെവി ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ശരീരത്തോട് എടുക്കുന്ന കാലറിയും കാർബോഹൈഡ്രേറ്റ്സും അല്ലെങ്കിൽ പ്രോട്ടീനും ഇത് കറക്റ്റ് അളവിലല്ല പോകുന്നതെങ്കിൽ നമുക്ക് മസിൽ ലോസ് പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ അതുപോലെ എനർജി ഡിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനെപ്പറ്റി ഒരു മിനിമം നോളജെങ്കിലും അവർക്ക് വേണ്ടേ? നല്ല നോളജ് വേണം. വർക്കൗട്ടിന് മുമ്പ് കഴിക്കുന്ന ഭക്ഷണം അയാളുടെ സ്റ്റാമിന, എൻഡ്യൂറൻസ്, എനർജി ലെവൽസ് കൂട്ടാനുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ കാർബും കുറച്ച് പ്രോട്ടീനും കഴിച്ച് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയുമുള്ള ഒരു മസിൽ, അതിൻ്റെ റിപ്പയർ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രോട്ടീനും കുറവ് കാർബും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചിക്കനും കുറച്ച് ചോറും കഴിക്കുക, വർക്കൗട്ടിന് മുമ്പ് ഓട്സ് കഴിച്ചു പോവാം, ബനാന കഴിക്കാം, വർക്കൗട്ട് കഴിഞ്ഞ് മുട്ട കഴിക്കാം. അപ്പം റിപ്പയറിംഗ് ആണ് പ്രോട്ടീൻ. മുന്നേ എനർജി കൂടുതൽ കൊടുക്കുക. ആ എനർജി കാർബ് ചെന്ന് അത് എനർജി ആയാലേ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ബോഡിക്ക് വേണ്ടതാണ് മോർ പ്രോട്ടീൻ. ഇപ്പം ഞാൻ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കുന്നെങ്കിൽ നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ 4 ലിറ്റർ വെള്ളം കുടിക്കണം. വെള്ളം മാത്രം കുടിച്ചിട്ട് കാര്യമില്ല, ബട്ട് അവരുടെ റിക്വയർമെൻറ്റ് ഇസ് മോർ. അവർക്ക് അതിലും സപ്ലിമെൻറ്റ്സ് വേണം. ഇപ്പോൾ വൈറ്റമിൻ സി, നമ്മൾ വേർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെളിയിൽ പോകുന്നതാണ് വൈറ്റമിൻ സി. അപ്പം നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് വൈറ്റമിൻ സി കഴിക്കാൻ പറയും. അത് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കാൻ പറയും. കാര്യം അത്രത്തോളം ഓറഞ്ചോ കിവിയോ ഒന്നും നമുക്ക് പോസിബിൾ അല്ല. ഇപ്പം ഞാൻ കേട്ടിട്ട് എല്ലാവരും പറയും, ഞാൻ ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. വേണ്ട, ആവശ്യമേ ഇല്ല. ഞാൻ ചോറ് കഴിച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെങ്കിൽ മെഡിക്കലി ഞാൻ എന്തിനു ചോറ് നിർത്തണം? അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ കണ്ടിട്ട് അത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പണി ഈ ചില ഒരു കാലത്തൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, മറ്റേ കീറ്റോ ഡയറ്റ്. ഞാനും കുറേ നാൾ അതിൻ്റെ പുറകെ പോയി. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഡയറ്റാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ബോഡി എങ്ങനെയാണ്, നമ്മുടെ ഗട്ട് ഹെൽത്ത് എങ്ങനെയുണ്ട്, നമ്മുടെ ബോഡി ഒരു ഇൻഫ്ലമേറ്ററി പൊസിഷനിൽ നിൽക്കുകയാണോ, എന്താണ് ഇപ്പോൾ വെയിറ്റ് കൂടുന്നു, എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നു എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. അല്ലാതെ ഞാനൊരു 5 കിലോ കൂടി, ഓക്കെ, ഞാൻ എല്ലാം ഭക്ഷണവും നിർത്തി, കാര്യമില്ല. ഞാൻ എൻ്റെ റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് വെയിറ്റ് കൂടുമ്പോൾ ഞാൻ ആദ്യം ഒരു ഡോക്ടറുടെ അടുത്ത് പോയി നോക്കുക, എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നോ. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ PCOD അല്ലെങ്കിൽ പീരിയഡ് ഇറഗുലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ, എന്തെങ്കിലും നോക്കുക. അവിടെ നിന്നൊരു ഓക്കെ ഫൈൻ, റിപ്പോർട്ട്സ് ക്ലീൻ ആണെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ പിടിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ടോപ്പ് ലെയർ മാത്രമേ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ, പ്രശ്നം അടിയിൽ തന്നെ കിടക്കുന്നു. ഒരുപാട് ടൈപ്പ് ഡയറ്റിൻ്റെ കാര്യം നമ്മൾ IF ഡയറ്റ്, അതുപോലെ കീറ്റോ ഡയറ്റ് ഒത്തിരി പറഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് ട്രെൻഡിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴാണ് അത് കയറി വന്നത്, അത് നേരത്തെ ഉണ്ടായിരുന്നു ഒന്നും കേട്ടിട്ടില്ല. എന്താണ് ബേസിക്കലി അതെന്താണ്? ബേസിക്കലി ഇപ്പം നമ്മൾ അതിനൊരു പേരിട്ടു, കേൾക്കുന്നു, വിദ്യാബാലൻ ചെയ്തതുകൊണ്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം എന്താണ് ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഓവർ പ്രോസസ്സ് ചെയ്ത ഭക്ഷണം, എണ്ണയിൽ മുക്കി പൊരിച്ച ഭക്ഷണം, ഇതൊക്കെയാണ് ഇൻഫ്ലമേറ്ററി ഫുഡ്. ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക, പഞ്ചസാര നിർത്തുക. ഇത് ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അരി അല്ലെങ്കിൽ ഗോതമ്പ് അതുകൊണ്ടുള്ള ഇതെല്ലാം തന്നെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്.
അതിപ്പോൾ ഒരു സെലിബ്രിറ്റി ചെയ്തു, അതിനൊരു പേര് കൊടുത്തു. ഇത് പുതിയ പേര് നമ്മുടെ വന്ന ഹെൽത്തി പഴയ സാധനം. ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ച് പലരും പറയും ഞാൻ ദിവസവും വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കും. അതിൽ ഒരു സയൻസും ഇല്ല. ബിക്കോസ് നമ്മുടെ ഈ ടേമറിക് പൗഡർ ഒരു ഫാറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കുരുമുളക് പൊടി ഒരു പിഞ്ച് വേണം. അതിനകത്തുള്ള ഒരു ഇതുണ്ട് പൈപ്പറിൻ എന്ന് പറഞ്ഞിട്ട്. ഒന്നുകിൽ മഞ്ഞപ്പൊടിയുടെ കൂടെ അത് വരണം, ഇല്ലെങ്കിൽ ഒരു ഫാറ്റ് സോഴ്സ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ അറിയാവുന്നവർ പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കും. വെറുതെ പച്ചവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിച്ചാൽ ഒന്നുമില്ല. അതും എവിടെ നിന്നൊക്കെയോ കിട്ടിയ കാര്യങ്ങളാണ് ഈ ആൾക്കാർക്ക്. അതുപോലെ ഈ ഡീടോക്സിങ് ഇല്ലേ, ഡീടോക്സ് വാട്ടർ ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഞാൻ എതിരാണ്. കാര്യം നമ്മുടെ ലിവറും കിഡ്നിയും അതിൻ്റെ ജോലി ചെയ്യും. അവർക്ക് നമ്മൾ ഒരു സഹായം ചെയ്യേണ്ട. ഇതിലൊന്നും ഒരു കാര്യമില്ല. എഗെയിൻ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. സിംപ്ലി പറയാം, ദിസ് ഈസ് എ 365 days സ്ട്രഗിൾ ടു റിമെയിൻ ഹെൽത്തി. അല്ല ഒരു ഡീടോക്സ് ഡ്രിങ്കോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഫുഡോ വിൽ നെവർ ഹെൽപ്പ്. ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരികയാണ്, ലൈക്ക് അവർക്കിപ്പോൾ അല്ലെങ്കിൽ സ്പെഷ്യൽ രോഗംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ഡയബറ്റീസ് കാണും, അല്ലെങ്കിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ കാണും, അങ്ങനെ പല രോഗങ്ങളുമായിട്ട് വരുന്നവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസിനെ ചേച്ചി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ലൈക്ക് അവർക്ക് ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു സെറ്റ് ഓഫ് ബ്ലഡ് ടെസ്റ്റ് പറയും. ബ്ലഡ് ടെസ്റ്റിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വന്ന അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ഡയറ്റിൽ മാറും. ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസ് ആണെങ്കിൽ നമുക്ക് ഭക്ഷണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവും, ഡോക്ടറിനെ കണ്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് അവർക്ക് പറ്റുന്ന ഒരു ഡയറ്റ്. അത് എഗെയിൻ ഇവരൊരു ഡയബറ്റിക് ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഷുഗേഴ്സ് കട്ട് ചെയ്യാൻ പറയും, അരി ഭക്ഷണം കുറയ്ക്കാൻ പറയും. ഹൈപ്പർ തൈറോയിഡിസം ഒരുപാട് എലിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഗ്ലൂട്ടൻ ഒഴിവാക്കാൻ പറയും. പാല് കുറച്ച് കുറയ്ക്കുക, കുറച്ച് ഗോതമ്പ് കുറയ്ക്കുക, ഓവർ പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുക. തൈറോയിഡ് വാല്യൂസിന് വ്യത്യാസം വരുമെന്നല്ല, ഇൻ ജനറൽ പേഴ്സൺ വിൽ ഫീൽ ബെറ്റർ. ബ്ലോട്ടിങ് കുറയും, ക്ഷീണം കുറയും, കുറച്ചൊരു ഉറക്കം ശരിയാവും. അങ്ങനെ ഒരു ഇത് വരും. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യും, വെജിറ്റബിൾസ് ആഡ് ചെയ്യും. രണ്ടും രണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ അരി കഴിക്കരുതെന്ന് ഞാൻ പറയുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരാളോട് എൻ്റെ ചോയ്സ് വിൽ ബി റൈസ്, ഡെഫിനറ്റ്ലി മോർ ദാൻ വീറ്റ്. പിന്നെ എഗെയിൻ അവരുടെ ലൈഫ് സ്റ്റൈല് കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പ് ഉള്ളതിനേക്കാളും ഒരുപാട് അലർജീസ് ഉണ്ട് ആൾക്കാർക്ക്. കേട്ടിട്ട് പോലും ഉണ്ടാവില്ല റൈസ് അലർജി. എനിക്ക് റീസെൻ്റ്ലി വന്ന ഒരു ക്ലയൻ്റ് ഉണ്ട്, ഒരു ചെറിയൊരു പയ്യൻ, 22 years, റൈസ് അലർജിയാണ്. അതറിയാതെ ആ കുട്ടിക്ക് എന്നും അസുഖം, തുമ്മൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, മേല് ചൊറിഞ്ഞ് തടിക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. പക്ഷേ നമ്മളിത് ആലോചിക്കുന്നതും കൂടിയില്ല. വെറുതെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അലർജി ടെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് റൈസാണ് ഏറ്റവും അലർജി ലിസ്റ്റിൽ ടോപ്പ്. സോ യു നീഡ് ടു നോ യുവർ ബോഡി. അതുപോലെ ഈ ലാക്ടോസ് ഇൻടോളറൻസ്, ഒത്തിരി പേര് ഇത് ഒഴിവാക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി. ഈ മിൽക്ക് എന്ന് പറയുന്ന മിൽക്ക് പ്രോഡക്ട്സ്, മിൽക്ക് എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത്. എന്നാൽ അത് അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ? അതിന് അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അലർജി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. എൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലാക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ പാലിനകത്തുള്ള ഒരു ഷുഗറാണ്. അത് വയറ്റിനകത്തേക്ക് ചെല്ലുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒരു ലാക്ടേസ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അത് വേണം ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാൻ. പക്ഷെ ചിലരുടെ വയറ്റിൽ അതില്ല. അങ്ങനെയുള്ളവരത് കുടിക്കുമ്പോൾ ലൂസ് മോഷൻ വരുന്നു, ഗ്യാസിയസ് ആവുന്നു, ബ്ലോട്ടിങ് വരുന്നു, പ്രശ്നം വരുന്നു. അങ്ങനെയുള്ളവർ ലാക്ടോസ് ഒഴിവാക്കിയേ പറ്റൂ. ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ ലാക്ടോസ് ഫ്രീ മിൽക്ക്. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് നാള് പെട്ടെന്ന് അതെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് ലാക്ടോസ് ലാക്ടോസ് ഇൻടോളറൻസ്. അത് ഞാനിനി മുതൽ ചായയും പാലും അത് വളരെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒരു സ്റ്റേറ്റസ് സിമ്പിളാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്ലൂട്ടൻ പറ്റില്ല, സ്വയം ഗ്ലൂട്ടൻ ഫ്രീ. എഗെയിൻ ആവശ്യമില്ല. അതായത് 1% പോപ്പുലേഷനിൽ 1% ആൾക്കാർക്കാണ് സീലിയാക് ഡിസീസ് ഉള്ളത്. അവർ മാത്രം ഗ്ലൂട്ടൻ മാറ്റിയാൽ മതി. ഒരു പയ്യനുണ്ട്, പുള്ളി ഇത് ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ആളിൻ്റെ ബോഡിയൊക്കെ ഭയങ്കര ഇതായിട്ട് ബോധം പോയി. അത് ചെയ്യാം. ചിലർക്ക് ചൊറിഞ്ഞ് തടിക്കും. അത് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് തന്നെയാണ്. അങ്ങനെയുള്ളവർ കഴിക്കാതിരിക്കട്ടെ. 1-2 തവണ കറങ്ങി വീണപ്പോൾ അറിഞ്ഞു ചപ്പാത്തി കഴിച്ചത് ആ പ്രശ്നം. ഇപ്പൊ എനിക്ക് മഷ്റൂം അലർജി ഉണ്ട്. മഷ്റൂം ഒരു തരി ചെന്നാൽ മതി, ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം മുട്ടും. അങ്ങനെയുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കാതിരിക്കുക. അതിനെന്തെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളോ? ഗ്ലൂട്ടൻ ഇല്ലാത്ത സാധനം. ഇപ്പൊ ഗ്ലൂട്ടൻ ഏതിലൊക്കെയാ ഉള്ളത്? ഇപ്പം വീറ്റ്, ബാർലി, റൈ, അതിലൊക്കെ ഉള്ളൂ. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ഉണ്ടാവും. അല്ല, എഗെയിൻ ഞാൻ കണ്ടു ഒരു കടയിൽ പോയപ്പോൾ റാഗി പൊടിയിൽ ഗ്ലൂട്ടൻ ഫ്രീ റാഗി എന്ന്. റാഗിയിൽ ഗ്ലൂട്ടനേ ഇല്ല. ഇല്ലാത്ത റാഗിനെ ഗ്ലൂട്ടൻ. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഇറ്റ് ഹാസ് ബിക്കം എ സ്റ്റേറ്റസ് സിമ്പിൾ. ഐ ആം ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുന്നത് എന്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കടക്കാരും അത് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത്. ഓട്സിലുണ്ട് ഗ്ലൂട്ടൻ, പക്ഷേ അത് ഓട്ട് ഗ്ലൂട്ടൻ ആണ്. അത് ഈ ഉപദ്രവം വരുത്തില്ല. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറഞ്ഞ പോലെ
ഞാൻ ലുലുവിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഈ സ്വീറ്റ്സിൻ്റെ ഇടയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു സാധനം ഇരിക്കുന്നു, ഷുഗർ ഫ്രീ പേട എന്നാൽ. അപ്പം സ്വീറ്റ് അല്ലേ, മധുരം ഉണ്ടാവണമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പം ഞാനും വാങ്ങിച്ചു, കഴിച്ചു, നല്ല സ്വീറ്റ് ആയിരുന്നു. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ. പലരും ഈ ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അതും ഒരു ഒരു ഹെൽത്തി ആണെന്ന്. അതും എഗെയിൻ ഒരു ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം അൺഹെൽത്തി ആവുന്നില്ല. പഞ്ചസാര ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം പഞ്ചസാര ഇട്ട് അല്ലെങ്കിൽ ഒരു ജിലേബി കഴിച്ചു, അല്ലെങ്കിൽ ഒരു പീസ് കേക്ക് കഴിച്ചു, നല്ല ഒരു കാപ്പിയിൽ പഞ്ചസാര ഇട്ട് കഴിച്ചു, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അത് ആ ഒരു ബോർഡർ പോകുമ്പോഴാണ്, നേരത്തെ തോഫിക്ക് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും 85% ഡയറ്റ്, 15% വർക്കൗട്ട്. നമ്മളിപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി ആ സാധനം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ ചർച്ചയായിട്ട് വരുന്നൊരു വാക്കാണ് ഈ ഒസംബിക്. അതെന്താ ഒസംബിക്, അതെന്താ സംഭവം? ഒസംബിക് ഒരു മരുന്നാണെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പം ഒരുപാട് പേര് ഡയബറ്റിക് അല്ലാത്തവരും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ, ഇപ്പോൾ കരൺ ജോഹറിനൊക്കെ കാണുന്നില്ല, അങ്ങ് മസിൽ ലോസ് ആണ്. കണ്ടാൽ അസുഖം വന്ന് ശരിക്കും എന്തോ മാരക രോഗം വന്ന പോലെ ഇരിക്കും. വല്ലാതെ വൈഡ്ലി അബ്യൂസ്ഡ് ആണ്. അത് എങ്ങനെയാ? ഇഞ്ചെക്ഷൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, വെരി എക്സ്പെൻസീവ്. ഓക്കെ. ശരിക്കും ഒരുപാട് കാലം ഷുഗർ ലെവൽസ് കൂടിയിരിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതിൽ ഷുഗർ ലെവൽസ് കുറയും, പക്ഷേ അതിൻ്റെ ഒരു സൈഡ് ഇതായിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ട് എവർ വെയിറ്റ് കുറയുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂട്ടത്തയോൺ ഒരു ഫാറ്റി ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആകുമ്പോൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഒരു പോയിന്റിൽ അത് എടുത്ത കുറേ പേർക്ക് മെലനിൻ കുറഞ്ഞു, അവർ വെളുത്തു. അപ്പം ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രി ഇപ്പോൾ അതിനെ ഇതാണ്, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടാണ് ഗ്ലൂട്ടത്തയോൺ ഷോട്ട്, ഇഞ്ചെക്ഷൻസ്, ഗുളിക, അങ്ങനെ കുറേ സ്കിൻ കളർ വ്യത്യാസം വരും. അപ്പം സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം നിൽക്കും? നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിൽക്കും. ആ ഒരു ഡോസ് വിട്ട് കഴിയുമ്പോഴത്തേക്കും, ഇപ്പം മന്ത്ലി വൺസ് ആണെങ്കിൽ 2 പ്രാവശ്യം എടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മുടെ പഴയ നിറത്തിലേക്ക് പോവല്ലോ. സ്കിൻ കളർ ജനറ്റിക് ആണല്ലോ, അത് മാറൂല. സൈഡ് എഫക്ട്സ് ഉള്ള സംഭവം. അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, വളരെ നല്ലതാണ്. അതിനും 2 സൈഡ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആന്റി ഓക്സിഡൻസ് നമ്മുടെ സെൽസിനെ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പക്ഷേ ആന്റി ഓക്സിഡന്റ് ഒരു ലെവൽ കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബാധിക്കും. പിന്നെ നാളെ ഒരു അസുഖം അപ്പുറത്തൂടെ പോയാൽ നമുക്ക് വരാം. അതാണ് എഗെയിൻ അത് ചെയ്യുന്നെങ്കിലും ഒരു ഡോക്ടറുടെ അടിയിൽ അവർ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഫൈൻ. ഈ ഡോക്ടറിന്റെ അടിയിൽ ചെയ്യുവാണെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. പക്ഷെ നല്ല ഒരു സർട്ടിഫൈഡ് ഡോക്ടേഴ്സ് വെറുതെ ചെയ്തു കൊടുക്കൂല. ഇപ്പൊ ഒരുപാട് പിഗ്മെന്റേഷൻ ആയിട്ട് ഒരാൾ പോയി, ചിലപ്പം ഒരു 2-3 IV എടുക്കാൻ പറയുമായിരിക്കും, നല്ല സ്കിൻ ഇമ്പ്രൂവ്മെന്റ് വരും, ഡോക്ടർ അവിടെ നിർത്താൻ പറയും. പക്ഷേ ചെയ്ത ആളുടെ ആ ഒരു ചേഞ്ച് വരുമ്പോൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അധികമായ അമൃതം വിഷം എന്ന് പറയുമ്പോൾ എന്തും കറക്റ്റ് സാധനം കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പോകും. അതും പഠിത്തമുള്ളവർ പറയുന്നത് കേട്ട് ചെയ്യുക, റീൽസ് കണ്ട് ചെയ്യുന്നത്. ഇപ്പം എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, വെറുതെ പോയിട്ട് കടയിൽ പോയിട്ട് നമ്മൾ ബ്രെഡ് വാങ്ങിക്കാൻ പോകുന്നു, അല്ലെ ഗെറ്റിംഗ് മൈ ഗ്ലൂട്ടത്തയോൺ IV ഷോട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര പേര് റീൽസ് ഇടുന്നുണ്ട്. പാർലേഴ്സിൽ എടുക്കുന്നുണ്ട്, സലൂൺസിൽ എടുക്കുന്നവരുണ്ട്, ഗുളിക വെറുതെ ഓവർ ദ കൗണ്ടർ പോയി വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തും വാങ്ങാമല്ലോ, ഓവർ ദ കൗണ്ടർ, പ്രിസ്ക്രിപ്ഷൻ വേണ്ടല്ലോ. ഇത് ഇവിടെ ഒരു റെഗുലേറ്ററി അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ഓവർ ദ കൗണ്ടർ വാങ്ങിക്കാമല്ലോ. ഇപ്പം നമ്മൾ വെളി രാജ്യങ്ങളിൽ പോയാൽ ഒരു പാരസെറ്റമോൾ തന്നെ കഷ്ടമാണ് കിട്ടാൻ. നമ്മൾ ഇന്ന് നമ്മുടെ GP-നെ വിളിച്ച് അസുഖമാണെന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തേക്ക് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടും മാക്സ്, അല്ലെങ്കിൽ അവരവിടെ നിന്ന് പറഞ്ഞു തരും. ഇവിടെ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. പനി വരുന്നു, നേരെ പോകുന്നു, നാളെ എനിക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണുമെങ്കിൽ എനിക്ക് നാളെ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണാം. അതായത് ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫേക്ക് മെഡിസിൻസ് ഉണ്ടാക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. അത് മെഡിസിൻ തന്നെ വേണമെന്നില്ല തോഫിക്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു, അതിൻ്റെ പിറകിൽ അതിൻ്റെ ലേബിൾസ് എഴുതിയിരിക്കുന്നു, അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കൺസ്യൂമർ അത്രയും അവെയർ അല്ല. നമ്മൾ എന്തെങ്കിലും പോയിട്ട് ഇതിന്റെ പിറകിൽ ഇതല്ല എന്ന് നമ്മൾ ആരെങ്കിലും സ്യൂ ചെയ്തിട്ടുണ്ടോ? ഇല്ല. വളരെ റയറസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കേരള കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിലും എന്ത് വന്നാലും മരുന്ന് കഴിച്ച് സുഖപ്പെടുന്ന ഒരു മെന്റാലിറ്റി ആണുള്ളത്. എനിക്കറിയാവുന്ന ഒരു അമ്മൂമ്മ, പുള്ളിക്കാരിക്ക് മരുന്ന് കിട്ടിയില്ല പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുക്കും, ചുമ്മാ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പം അവർ വീട്ടുകാർ ജംസ് ആണ് മരുന്ന് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പ്ലാസിബോ എഫക്ട്, ഇത്രയേ ഉള്ളൂ. മനസ്സാണ്. ഫിറ്റ്നസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സപ്ലിമെൻറ്റ്സിൻ്റെ സൈഡിൽ. അപ്പം അതിൽ മെയിനായിട്ട് ഉള്ളതാണ് പ്രോട്ടീൻ, ക്രിയാറ്റിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇത് എത്രത്തോളം നമ്മളെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നു? അതിനും 2 വശം. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അതെല്ലാം മോശമാവണം എന്നല്ല. അതും എഗെയിൻ ഇപ്പോൾ ക്രിയാറ്റിൻ തന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. അതിനും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടിയിൽ ചെയ്താൽ അത് പ്രശ്നമില്ല. ഞാനീ പറയുന്നത് പ്രോട്ടീനും ക്രിയാറ്റിൻ, BCAA അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിന് വേറൊരു വശമുണ്ട്, ഇഞ്ചെക്ഷൻസ്, സ്റ്റെറോയിഡ്സ്, അതിനെക്കുറിച്ച് ഞാൻ പോയിട്ടേ ഇല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയും, പ്രോട്ടീൻ നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ
അതിൻ്റെ നാച്ചുറൽ സോഴ്സസ് നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരുപാട് ജിമ്മ് ചെയ്യുന്ന മനുഷ്യർ ചീത്ത പറയാൻ വരും. പക്ഷേ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ പൊടിക്കകത്ത് എത്രത്തോളം ജെനുവിൻ പ്രോട്ടീനാണെന്ന് നമുക്കറിയില്ല. അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അഡിറ്റീവ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒരു കൂമ്പാരമുണ്ട്. അതെല്ലാം വലിച്ചു കയറ്റുന്നതിനേക്കാളും നമുക്ക് നാച്ചുറലിയും കിട്ടാം പ്രോട്ടീൻ. വർക്കൗട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ സോളിഡ് ഫുഡ്സ് കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള പേഷ്യൻസിന് ഇപ്പം അവർക്ക് ഈ പ്രോട്ടീൻ റിക്വയർമെന്റ് വരുന്ന സമയത്ത് പേ പ്രോട്ടീൻ പോലുള്ള സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഈ ലിക്വിഡ് ഫോമിലൊക്കെ ആയിരിക്കും അവർക്ക് കൊടുക്കുക. എഗെയിൻ അത് കൊടുക്കുന്ന ഒരു ഡോക്ടറാണ് ഹോസ്പിറ്റൽ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സ്പോർട്സ് മെഡിസിൻ അല്ലെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ട് ഒരാൾ കൊടുക്കട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബേസിക് ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജിമ്മുണ്ട്. അവിടെ എല്ലാം ട്രെയിനേഴ്സ് ഉണ്ട്. അതിൽ എത്ര പേര് ക്വാളിഫൈഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വരുന്ന എല്ലാവർക്കും പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. ചപ്പാത്തി, എഗ് വൈറ്റ്, ചിക്കൻ. ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഇത് മാറണം എന്നാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഒരുപാടില്ലേ. അതിന് സ്പോർട്സ് ന്യൂട്രീഷൻ തന്നെ ഉണ്ടല്ലോ ഒരു വലിയൊരു വിഭാഗം. ഇപ്പം ഈ പ്രോട്ടീൻ പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റ് സപ്ലിമെന്റ്സ് നേരത്തെ പറഞ്ഞ വൈറ്റമിൻ സി, പിന്നെ അതുപോലെ മെഗ്നീഷ്യം, പിന്നെ ഒമേഗ 3, അതായത് ഫിഷ് ഓയിൽ പോലുള്ള സംഭവം ഇപ്പം നോർമലി ഉള്ളതല്ല. ഞാൻ പറഞ്ഞ കുറച്ച് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സ് ഏതൊക്കെ സേഫ് ആണ്? ആവശ്യമാണ്. കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരാൾ വെജിറ്റേറിയൻ ആണെങ്കിൽ, ഇപ്പം ഞാൻ വെജിറ്റേറിയൻ, എനിക്ക് ഒമേഗ 3 കിട്ടുന്നത് വളരെ കുറവാണ്. മീൻ കഴിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒമേഗ 3 കഴിക്കും. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരാൾ, അയാൾക്ക് സെലിനിയം നിർബന്ധമാണ് തൈറോയിഡിൻ്റെ വർക്കിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ അയൺ നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് തോന്നുന്നു എൻ്റെ ഭക്ഷണത്തിൽ ഇത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെലിനിയം കഴിക്കാം, അയൺ കഴിക്കാം. രാത്രി ഉറക്കം ശരിയാവുന്നില്ല, വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്രേവിങ്സ് ഉണ്ട്, മെഗ്നീഷ്യം ക്യാൻ ഹെൽപ്പ്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മളതിന് ഡെഫിഷ്യൻ്റ് ആണെന്ന് അറിയാതെ വെറുതെ കഴിക്കരുത്. ടോക്സിസിറ്റി വരും. ഇപ്പം എല്ലാവരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. അതിപ്പോൾ കുറച്ച് കാലമായിട്ടല്ലേ കേട്ടു തുടങ്ങി. വെയിൽ കൊള്ളുന്നില്ല. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ, സൺ പ്രൊട്ടക്ഷൻ ഇല്ലാതെ 1 മണിക്കൂർ കൂടുതൽ കൊണ്ടാലേ നമുക്കൊരു വൈറ്റമിൻ ഡിയുടെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷേ അതും നമ്മൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ അതിനും ടോക്സിസിറ്റി വരും. ഒരു റൂള് എല്ലാവർക്കും ഇല്ല. ഇപ്പൊ വേറെ ട്രെൻഡ് ഉണ്ട്, മറ്റേ അയൺ ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അയൺ കഴിക്കുന്നത്. അതും നമ്മുടെ വയർ ഒരുപാട് അപ്സെറ്റ് ആവും. ചിലർക്ക് ലൂസ് മോഷൻ വരും, ചിലർക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ വരും. ഇത് ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ ഈ പറഞ്ഞ മെഗ്നീഷ്യവും ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു 99% അവർക്ക് മനസ്സിലാവും. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരുന്നു, അവർ പറയുന്നു എനിക്ക് മുടി ഒരുപാട് കൊഴിയുന്നു, എനിക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യൂ. എനിക്ക് 100% ഉറപ്പാണ് അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ളത്. 30-35 വേണ്ടത് ചിലപ്പോൾ 10 വരെയുണ്ടും. പക്ഷേ എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് ഇല്ലാതെ ഐ കനോട്ട് ആസ്ക് ദം ചെയ്യൂ എന്നുള്ളത്. അപ്പം എനിക്ക് അത്രയും മനസ്സിലാവുമെങ്കിൽ 8-10 കൊല്ലം പഠിച്ച ഒരു ഡോക്ടർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് മനസ്സിലാവും. അവരത് പറയും, നോക്കാൻ പറയും, നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ചില വൈറ്റമിൻസ് മറ്റ് ചില വൈറ്റമിൻസ് ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും എന്നോ? ഇപ്പം നമുക്ക് ഒരു സെറ്റായിട്ട് കിട്ടുമല്ലോ വൈറ്റമിൻസ്. പക്ഷെ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത എന്താ വെച്ചാൽ, ഇപ്പം ഒരു കുപ്പി എടുത്ത് നോക്കിയാൽ വൈറ്റമിൻ ഡി നമുക്കൊരു ദിവസം റിക്വയർഡ് ഡോസ് എന്ന് പറയുന്നത് 2000 IU. ഇപ്പം ഞാൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ആ 2000 IU വൈറ്റമിൻ ഡി ആയിട്ട് കഴിക്കുക. ഇതിൽ വരുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. നമുക്ക് വേണ്ട MGO ഗ്രാമോ IU ഒന്നും ഉണ്ടാവില്ല, എല്ലാം മിക്സ്ഡ് ആയിരിക്കും. ഇപ്പോഴാണ് അതും നമ്മൾ അവെയർ ആയിരിക്കുക. ഇപ്പം എന്താ പറയുക, വൈറ്റമിൻ ഡി രാവിലെ കഴിക്കാൻ പറയും, മെഗ്നീഷ്യം രാത്രി കഴിക്കണം, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇത് പറ്റുന്നെങ്കിൽ ചെയ്യുക. പിന്നെ ചില മരുന്നുകളുടെ കൂടെ ചില മരുന്ന് കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരെ രാവിലെ തൈറോനോം എന്ന് പറഞ്ഞാൽ കഴിക്കും, തൈറോക്സിൻ കഴിക്കും. അതിൻ്റെ കൂടെ നമ്മൾ കാൽഷ്യമോ എന്തെങ്കിലും കഴിച്ചാൽ അബ്സോർബ് ചെയ്യില്ല. അത് കഴിച്ചിട്ട് ഒരു 1/4 മണിക്കൂറിനുള്ളിൽ കോഫിയോ ടീയോ കുടിച്ചാലും എഗെയിൻ ഫുൾ അബ്സോർപ്ഷൻ നടക്കില്ല. അതൊരു ഡോക്ടർ ഡെഫിനറ്റ്ലി പറയും. ഇപ്പോൾ തൈറോനോം തരുന്ന ഒരു ഡോക്ടർ ഡെഫിനറ്റ്ലി ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കും 45 minutes ബിഫോർ ഫുഡ്. ഈ മെഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ എങ്ങനെ വർക്ക്? എന്തൊക്കെയാണ് മെഗ്നീഷ്യം കൊണ്ട് നമുക്ക് ബോഡിക്ക് ഹെൽപ്പ് ഉണ്ടാവുക സപ്ലിമെന്റ്സ് എടുക്കുന്നതിൽ? ഏറ്റവും വേണ്ടത് നമുക്ക് മെഗ്നീഷ്യം റിലാക്സിങ് ആണ്. ക്രേവിങ്സ് കൺട്രോൾ ചെയ്യും. ഹാർട്ടിന്, നെർവ്സിന് എല്ലാം വേണം മെഗ്നീഷ്യം. എല്ലാത്തിനും ഉപയോഗമുണ്ട്, കൂടുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ഉപ്പ് തന്നെ
ഉപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്. ചിലർ പറയില്ലേ BP കൂടി ഞാൻ ഉപ്പ് കംപ്ലീറ്റ്ലി വിട്ടു, അതാണ് ദോഷം. മഗ്നീഷ്യം ഒരുപാട് നമ്മുടെ ക്രേവിങ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. അതും എഗെയിൻ ഗുളികയായിട്ടൊന്നും കഴിക്കണ്ട. ഇവ നല്ല ഭയങ്കര ക്രേവിങ്സ് ഉള്ള ഒരാൾ റെഗുലറായിട്ട് ഓറഞ്ച്, നല്ല 2 ഓറഞ്ച് കഴിച്ചു പോയാൽ ആ ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കുറയും. ആക്രാന്തം കുറയ്ക്കാൻ ഓറഞ്ച് തിന്നാൽ മതി. ഓർഡർ വെയിലല്ല, സ്റ്റിൽ വ്യത്യാസം വരും. അതെല്ലാം ആലോചിക്കണം. ഇപ്പോൾ BP കൺട്രോൾ ഇല്ലാതെ പോകുന്നു, പക്ഷെ മരുന്ന് കഴിക്കാൻ താല്പര്യം ഇല്ല, അങ്ങനെയുള്ളവർ ബീറ്റ്റൂട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ B12 എന്ന് പറയുന്നത് നമുക്ക് ഇറച്ചിയിൽ കൂടെ മാത്രം കിട്ടുന്നതാണ്. B12 നമുക്ക് ഫുഡിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അവർ സപ്ലിമെൻറ്റ് ചെയ്യണം. അതെങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും എല്ലാം കഴിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ നോർത്തിലോട്ടൊക്കെ പോയപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ഗുജറാത്തിൽ അവർ നോൺ വെജിറ്റേറിയൻ കഴിക്കത്തേ ഇല്ല. അപ്പോൾ അവിടെ എല്ലാവരും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ omega-3 പ്രശ്നം എല്ലാവർക്കും പോയി ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അതെങ്ങനെയായിരിക്കും അവർ കോംപ്ലിമെന്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. മീൻ കഴിക്കുമായിരിക്കും. മീനില്ല, മീനുമില്ല. വെജിറ്റേറിയൻസിന് ബുദ്ധിമുട്ടാണ് omega-3. അതിൻ്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. ഹാർട്ടിന് ഏറ്റവും വേണ്ടതാണ് omega-3. നമ്മൾ ഈ പ്രോബയോട്ടിക്, അത് ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു അങ്കിളിന് പ്രോബയോട്ടിക് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ പ്രോബയോട്ടിക് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ശരിക്കും പ്രോബയോട്ടിക് എന്താണ്, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, നമുക്കത് ആക്ച്വലി അത് എവിടെയൊക്കെ? പ്രോബയോട്ടിക് ഐസ്ക്രീം എന്ന് പറയുന്നതേ അടുത്തൂടെ പോലും പോകരുത്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, അതിനകത്തുള്ള ലൈവ് ബാക്ടീരിയയാണ്. അതാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത്. മനസ്സിലിപ്പോൾ ഒരു നല്ല ഒരു പച്ചപ്പാടം ഇങ്ങനെ ആലോചിച്ചാലിരിക്കുന്നത്, അത്രയും ലൈവ് നല്ല ബാക്ടീരിയ. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളത് അകത്തേക്ക് ചെല്ലുകയാണ്. തൈര്, മോര്, പിന്നെ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആപ്പിൾ, വാട്ടർമെലൺ, അതിലൊക്കെ പ്രോബയോട്ടിക് ഉണ്ട്. ഗുഡ് ബാക്ടീരിയ കുറയുമ്പോഴാണ് അവിടെ നിന്നാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളുടെയും തുടക്കം. ഒരു സേ ഉണ്ട്, ഇഫ് യുവർ ഗട്ട് ഇസ് ഗുഡ് എവറിത്തിങ് ഇസ് ഗുഡ്. അപ്പോൾ ഗട്ട് നല്ലതാവണമെങ്കിൽ പ്രോബയോട്ടിക്, അതായത് ഗുഡ് ഗട്ട് ബാക്ടീരിയ വേണം. അത് പ്രോബയോട്ടിക്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ ഗട്ട് ബാക്ടീരിയക്കുള്ള ഭക്ഷണം. അതും നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം, നമ്മുടെ കറികളിലെല്ലാം ഉണ്ടാവും ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം പ്രീബയോട്ടിക്സ് ആണ്. പിന്നെ ഇപ്പം ഇത് ഭയങ്കര റേജാണ് പ്രോബയോട്ടിക്കിൻ്റെ ഇത്. പക്ഷേ ഈ പ്രോബയോട്ടിക് ഇപ്പോൾ റോണി പറഞ്ഞാൽ ഐസ്ക്രീം, എഗെയിൻ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഉണ്ട്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എപ്പോഴും നല്ലതാവണം എന്നില്ല. അത് എഗെയിൻ നമ്മുടെ ഗട്ടിന് മോശമാണ്. നമ്മളെ ഗ്യാസിയസ് ആക്കും, നമുക്ക് നോസിയസ് ആക്കാം, എന്ത് വേണമെങ്കിലും. അപ്പം അവിടെയും നാച്ചുറൽ സോഴ്സസിൽ പോവുക, നല്ല കട്ട തൈര് കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, മോരും വെള്ളം കുടിക്കുക. അത് ചെല്ലുമ്പോൾ നമ്മുടെ ഗട്ട് ശരിയാവും. ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട്, നമ്മുടെ ഫുൾ ബോഡി പ്രവർത്തിക്കുന്നു, പക്ഷേ നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിൽ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് കണക്ഷൻ ഉണ്ട്, ഒരു പാരലൽ കണക്ഷൻ. വയറ് ശരിയല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് മൂഡ് മാറുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ എഫക്റ്റഡ് ആവും. ഇവിടെ ശരിയല്ലെങ്കിൽ ഇവിടെ. സിംപ്ലി ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പറയില്ലേ, ടെൻഷൻ വരുന്നു, സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും എന്താ ആൾക്കാർക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം തോന്നുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. അത് നമുക്ക് അന്ന് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടാവില്ല, നമുക്ക് അറിയില്ല. ഈ ഒരു കണക്ഷൻ ഭയങ്കരമാണ്. ഗട്ട് ശരിയാവണമെങ്കിൽ അതിനകത്തെ ആ ഒരു ഗട്ട് ബാക്ടീരിയ, അതിന് ഗുഡ് ഫ്ലോറ എന്ന് പറയും, അത് നന്നായിരുന്നാൽ നമ്മുടെ പാതി അസുഖവും മാറും. ഇപ്പം എഗെയിൻ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ളവർക്കും തൈര് കഴിക്കാം. തൈരും പനീറിലും ഒന്നും ആ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം ഭക്ഷണത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയാൽ ഉള്ളി, വെളുത്തുള്ളി, തൈര്, മോര്. അതുപോലെ ഈ പ്രായമായവരുടെ ഡയറ്റില്ലേ, അവർക്ക് ഇപ്പം ഈ പറയുന്ന പോലെ ഈ മസിൽ ലോസ് സംഭവിക്കാം, ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാം, പിന്നെ ഒത്തിരി ഈ ബോൺ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി വീക്കായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം നോർമലി ഒരു 20 മുതൽ ഒരു 35 വയസ്സ് വരെയൊക്കെയുള്ള ആൾക്കാർ കഴിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അവർക്ക് വേണ്ടിയത് 60, 70, 80 കഴിക്കുന്നത്. എഗെയിൻ അവരുടെയും ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് നമ്മുടെ പോലെ തന്നെയാണ്. നമ്മുടെ ഇൻ ദ സെൻസ് 60 വയസ്സിന് പിറകിലോട്ടുള്ളവരുടെ എന്തൊക്കെ ന്യൂട്രീഷൻ വേണോ അത് തന്നെ 70-നും 80-നും വേണം. പക്ഷേ കുറയേണ്ടത് കാലറിയാണ്. കാര്യം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന കാലറി അവരവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കാലറി കുറയണം. എഗെയിൻ ആ ഒരു പ്രായത്തിലാണ് ഒരുപാട് ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരുന്നത്. അപ്പം എഗെയിൻ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ പറയുമ്പോൾ പ്രോട്ടീൻ വേണ്ടത് വേണം, പ്രോട്ടീൻ കറക്റ്റായിട്ട് പോകണം, ഫാറ്റ് വേണം, കാർബ് വേണം, ഫൈബർ വേണം, എല്ലാം വേണം. അവിടെ പിടിക്കുമ്പോഴാണ് ഈ മസിൽ ലോസ് വരിക, ക്ഷീണം വരിക. ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, വയസ്സായില്ലേ ഇനി അത് വേണ്ട. അവർക്കും മുട്ട വേണം, അവർക്കും ചിക്കൻ വേണം, മീൻ വേണം, ഫാറ്റ് ഇല്ലാത്ത ബീഫ് എല്ലാം കഴിക്കാം. കാര്യം ന്യൂട്രീഷൻ ഈക്വലാണ്. ഈ ഓർഗൻസൊക്കെ അപ്പോഴും വർക്ക് ചെയ്യണ്ടേ. അത്രയും എക്സ്പെൻഡിച്ചർ ഇല്ലാത്തത് കൊണ്ട്, എനർജി അത്രയും സ്പെൻഡ് ആവുന്നില്ലാത്തത് കൊണ്ട് കാലറി കുറച്ച് മതി.
അവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞൊരു പാറ്റേൺ ഉണ്ടല്ലോ, കുറച്ച് ചോറ്, രണ്ട് കുറച്ച് മൂന്ന് protein, കഷ്ണം chicken. ചിക്കനോ ചിക്കനോ ഫിഷ് അല്ലെങ്കിൽ അങ്ങനെ. ഫിഷ്. പിന്നെ അവർക്ക് ഡെഫിനറ്റ്ലി സപ്ലിമെന്റ്സ് വേണ്ടി വരും, കാൽഷ്യം വേണ്ടി വരും, വൈറ്റമിൻ ഡി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണോ ലാക്ക് ചെയ്യുന്നത് അത് ഒരു ഡോക്ടർ തന്നെ ഡിസൈഡ് ചെയ്യും. ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ്. ഇവർക്ക് കാലറി ആണ് കുറയേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം കാലറി കുറയാൻ ഈ ഫുഡ് എന്നല്ലാതെ ഇപ്പം നമ്മൾ ഈ പ്രായമായവർ ഒരു പരിധി വരെയൊക്കെ ഡെയിലി ഒരു ചെറിയൊരു ആക്ടിവിറ്റി നടക്കുക, എന്തെങ്കിലും ഒരു സാധനം കൂടെ ചെയ്യുവാണെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും. അപ്പോഴും അവർ പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം. അവിടെയും കാർബാണ് കുറയ്ക്കാൻ പറയുന്നത്. കാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് രാവിലെ 3 ചപ്പാത്തിയും കുറച്ച് കറിയും കഴിക്കുന്നിടത്ത് 2 ചപ്പാത്തിയും 1 മുട്ട കുറച്ച് പച്ചക്കറി അങ്ങനെ പോയാൽ ദാറ്റ് ഈസ് മോർ ഹെൽത്തി. ഈ കാർബ് കാലറി ഇത് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇല്ല, എല്ലാത്തിലും കാലറി ഉണ്ടല്ലോ. ഈ പച്ചവെള്ളത്തിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കാലറി ഉണ്ട്. പക്ഷേ ഗുഡ് കാലറീസ്, ബാഡ് കാലറീസ്. ബ്രോഡർ വേയിൽ പറഞ്ഞാൽ കാലറി ഇൻ കാലറി ഔട്ട്. പക്ഷേ അവിടെയും ഗുഡ് കാലറി, ബാഡ് കാലറി ഉണ്ട്. 350 കാലറി ഒരു ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചു, ഹെൽത്തി, അതിൽ ഞാൻ വെയിറ്റ് കൂടില്ല. പക്ഷെ അതേ 300-350 കാലറി ഞാനൊരു ഡോനറ്റ് കഴിക്കുന്നു, അത് എന്നെ ഉപദ്രവിക്കാം. കാർബുണ്ട് ചിക്കനിൽ, കാർബുണ്ട്, പ്രോട്ടീനിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷേ ആ കാലറി നല്ല കാലറിയാണ്. ഇപ്പോൾ വയസ്സായവർക്ക് നമ്മൾ 3-4 ദോശ അല്ലെങ്കിൽ 4-5 അപ്പം കഴിക്കുന്ന ഒരു നല്ല വിശപ്പുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അത്രയും അപ്പവും ഇതും ദിവസവും കഴിച്ചു പോയാൽ ടൈപ്പ് 2 ഡയബറ്റിക് ആവാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. കാര്യം എന്താണ്, അവിടെ വലിയ വർക്കൗട്ട്സോ എക്സസൈസോ നടക്കുന്നില്ല. ഈ പ്രായമായവർക്ക് ഈ മറ്റ് ചില പല രോഗങ്ങൾ വരാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടെന്നല്ല. അപ്പം അങ്ങനെയുള്ള ഈ മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ മറ്റ് സൈഡ് എഫക്ട്സ് ആയിട്ട് വേറെ എന്തെങ്കിലും രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും. ഇപ്പം 60 കൊല്ലമായിട്ട് ഹൈപ്പോതൈറോയിഡിസത്തിന് തൈറോണോം കഴിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ലിപ്പിഡ് പ്രൊഫൈൽ എലിവേറ്റഡ് ആയിരിക്കും. അത് അയാൾ എത്ര നന്നായി ഭക്ഷണം കഴിച്ചിരുന്നാലും എത്ര എക്സസൈസ് ചെയ്താലും ചാൻസസ് എലിവേഷൻ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ട്, ഇപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്ന ആളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് മെഡിസിൻസ് അവർ എടുക്കുന്നുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കും, ഭക്ഷണം കഴിക്കാൻ പറയും. ഒരുപാട് ഫ്രൂട്ട്സ്, ഒരുപാട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. കാര്യം റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമ്പോൾ ആ രീതിയിൽ പോകും ഭക്ഷണം. അത്രയും റേഡിയേഷൻ കീമോ പോലുള്ള ആ സ്റ്റേജിൽ അല്ലാത്ത ആൾക്കാരാണെങ്കിലും അവർക്ക് നോർമൽ പഞ്ചസാര ടോട്ടലി, ഞാനാണെങ്കിൽ എൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ ഞാൻ 0 ഷുഗർ പറയും. കാര്യം ഷുഗർ എഗെയിൻ ഒരു കാറ്റലിസ്റ്റ് ആണ്. ഷുഗർ കംപ്ലീറ്റ്ലി വേണ്ടാന്ന് പറയും, ഓവർ പ്രോസസ്ഡ് ഫുഡ് വേണ്ടാന്ന് പറയും, മാക്സിമം വീട്ടിൽ നിന്ന് നോർമലി ഈസി ടു ഡൈജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പറയും. പക്ഷെ ഒരു 80 വയസ്സാണെങ്കിലും ഒരു അസുഖങ്ങളും ഇല്ല, കുറച്ചൊരു വർക്കൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും പിടിക്കേണ്ട ആവശ്യമില്ല. 80 ഇയർ ഓൾഡൊക്കെ വളരെ ഓടി നടക്കുന്ന ആൾക്കാരെ കാണുന്നില്ലേ? ഇതൊന്നും ചെയ്തു പറഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ്ലി ഒന്നും ആവില്ല. അതാ പറഞ്ഞത്, മെഡിക്കൽ സൈഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ ആ അസുഖം എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആക്കാൻ പറ്റും. കുറച്ചുകൂടെ ആരോഗ്യവും കുറച്ചുകൂടെ പീസ് ഓഫ് മൈൻഡിലും കുറച്ചുകൂടെ ഗുഡ് മൂഡിലും അവർക്കത് ഡീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഫുഡ് കൊണ്ട്. യു ആർ 100% വാട്ട് യു ഈറ്റ്. എന്നാൽ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. 19-ാമത്തെ വയസ്സിൽ ഇത് എനിക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കൊളസ്ട്രോളിൻ്റെ ലെവൽ മാറുന്നു, ഫാറ്റി ലിവറായിട്ട് കാണിക്കുന്നു. എന്നാൽ ചായയും പാലും അല്ലാതെ വേറെ ഒന്നും കുടിച്ചിട്ടില്ല. കള്ളു കുടിക്കണം എന്നില്ല നമ്മുടെ ഭക്ഷണ രീതി. ഇപ്പൊ തോഫികളും മട്ടൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവാം, ഉണ്ടാവുമല്ലോ. അങ്ങനെ വരാം. ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആയി എന്ന് പറഞ്ഞ് കള്ളു കുടിക്കണം നിർബന്ധമില്ല, കള്ളു കുടിയാനാവണം എന്നില്ല. ജീവിതത്തിൽ കള്ളു കുടിക്കാത്ത ആൾക്കാർക്ക് അത് വരും. പക്ഷെ അത് ഇപ്പോഴാണല്ലോ ഈ സാധനം, ഈ ഒരു രോഗത്തിൻ്റെ കൂടുതലായിട്ട് കേട്ട് വരുന്നത്. നമ്മൾ എത്ര കൊല്ലമായി ഒരു 20 വയസ്സുകാരൻ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് ഒരു നോർമലൈസ് ചെയ്തിട്ട്? അത് ഈ പറയുന്ന ഒരു 10-15 വർഷം അത്രയല്ലേ, 10 കൊല്ലം ഇപ്പുറത്തോട്ടില്ല. കാര്യം പണ്ട് എങ്ങനെയാണ് അസുഖം, നമ്മളൊരു 50-60 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ BP നോക്കുന്നു, അല്ലെങ്കിൽ ഷുഗർ കൂടുന്നു. അങ്ങനെ 10ഉം 20ഉം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം. കുറച്ച് കഴിയുമ്പം ഓടി നടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോയി നിന്ന് അല്ലെങ്കിൽ ഒരിടത്ത് ജോലി ചെയ്ത് ഭക്ഷണം കുറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആവാം. അല്ലെങ്കിൽ ഒരു 10-40 വയസ്സാകുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെളിയിൽ വരാം. ഇതുമായിട്ട് ബന്ധമല്ല. പണ്ട് പെൺകുട്ടികൾ പ്രായമാവുന്നത് എത്ര വയസ്സിലാണ്? 13 വയസ്സ്, 14 വയസ്സ്. എനിക്ക് 9 വയസ്സിൽ പ്രായമായ ക്ലയൻ്റ് ഉണ്ട്. പിന്നെ 10 വയസ്സ്, 9 വയസ്സ് PCODക്ക് സ്കാൻ ചെയ്യുന്നു. അപ്പം അതുപോലെ നമ്മുടെ കംപ്ലീറ്റ് മാറി. അത് നമ്മുടെ ബേസിക്, നമ്മുടെ ഭക്ഷണം മാത്രമല്ല, ഒരു കുട്ടി വയറ്റിലിരിക്കുമ്പോൾ അമ്മയുടെ ഭക്ഷണം മുതൽ തുടങ്ങുന്നു, അതിലേക്കാണ് ഇത് വരുന്നത്. പിന്നെ പണ്ടുള്ളവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ജോലിക്ക് പോകുന്നു. അത് ഇരുന്നുള്ള ജോലിയല്ല, വൈറ്റ് കോളർ ജോബല്ല. പാടത്തിറങ്ങുമോ നടക്കുമോ പിടിക്കുമോ, നടന്ന് ജോലിക്ക് പോകുന്നു.
എൻ്റെ വൈഫ് കെയറിങ് ആയിരുന്ന സമയത്ത് ഡയബറ്റിക്കിൻ്റെ ചെറിയൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഫുഡെല്ലാം കൺട്രോൾ ചെയ്യിപ്പിച്ചു. ഡോക്ടർ പറയുന്ന അനുസരിച്ച് അതെല്ലാം ചെയ്തു. നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും എല്ലാവരും എന്നെ ഭീകരനാക്കി. പക്ഷെ വളരെ നല്ല കാര്യം, ജസ്റ്റേഷണൽ ഡയബറ്റിസ്. അതെ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. കാര്യം 2 റാഗി ദോശ, ഒരു മുട്ട, ഇങ്ങനെ. ഭാര്യ പട്ടണി കിടന്ന ക്രൂരൻ. പക്ഷെ ഇതിൽ വേറൊരു സംഭവം, ഞാനും അത് തന്നെയാണ് കഴിച്ചത്. ഞാനും ഒരുപാട് കഴിച്ചിട്ട് അവളെ കൊണ്ട് ഇത് കഴിപ്പിക്കുകയല്ല ചെയ്തത്. പുള്ളിക്കാർക്ക് ക്രേവിങ്സ് ഉണ്ട്, ഷുഗർ സാധനങ്ങൾ കഴിക്കാൻ തോന്നും. പക്ഷെ ഞാനത് അനുവദിച്ചില്ല. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊരു നമ്പർ കൂട്ടിയപ്പോഴത്തേക്കും അവിടെ റിഫ്ലക്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ചു പിടിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞ ഒരു പ്രശ്നം ഇതാണ്, ഇതിൻ്റെ മെയിൻ പോയിന്റ്. എല്ലാവരും പറഞ്ഞു, നമ്മൾ കഴിക്കേണ്ട കുഞ്ഞ് വയറ്റിലുള്ളപ്പോൾ നമ്മൾ കഴിക്കേണ്ട കുഞ്ഞിനും കൂടെയാ 2 പേരുടെ ഭക്ഷണം കഴിക്കണം. നീ ഇങ്ങനെ നടന്നോ, കുഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് ഉണ്ടാവില്ല, ഇത്ര ഉണ്ടാവുള്ളൂ, ആരോഗ്യം ഉണ്ടാവില്ല. അവസാനം ഈ ഡെലിവറി സമയത്ത് കുഞ്ഞിന് കുറച്ച് വെയിറ്റ് കൂടിപ്പോയി, ഡെലിവറി ഡിഫിക്കൽട്ടായി, കുറച്ച് ടൈം എടുത്തു, 2 ദിവസം എടുത്തു. നോർമൽ ഡെലിവറി ആയിരുന്നു, എന്നാൽ അവൻ നല്ല ഹെൽത്തി ആയിരുന്നു. ഇപ്പോഴും അവന് ഹെൽത്തിനൊന്നും ഒരു പ്രശ്നമില്ല. ഇത് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഈ പറച്ചിലങ്ങ് മാറ്റി. അപ്പൊ കുഴപ്പമില്ലല്ലേ, അങ്ങനെ കഴിച്ചില്ലെങ്കിൽ 2 പേർക്ക് കഴിക്കണ്ട, ഒരാൾക്കുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. കുട്ടി എടുത്തോളും അമ്മയുടെ ഇതിനകത്തുനിന്ന്. അമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിലും കുട്ടിക്ക് കിട്ടും. ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോളും കുട്ടി. അതിന് നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. സപ്ലിമെന്റ്സും എടുത്തിട്ടില്ല, ആവശ്യമില്ല. ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്നവര് ലൈഫ് ലോങ് ശ്രദ്ധിക്കണം. കാര്യം കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ 5-6 കൊല്ലം കഴിയുമ്പോൾ അത് ടൈപ്പ് 2 ഡയബറ്റീസ് ആവാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. പലരും ഉപദേശിച്ചു കൊടുത്തു, നീ കഴിക്കുക, വരുവാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ പോരെ. പക്ഷെ അതാണ് നമ്മുടെ ഒരു ബേസിക് ഒരു ഇത്. എൻ്റെ വൈഫ് അവള് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനിക്ക് പോലും ഒരു ടാബ്ലറ്റ് ഞാൻ കഴിക്കൂല, അതുവരെ ഞാൻ നോക്കും എന്നുള്ള രീതിയിലാണ്. അവസാനം വരെ എന്തോ ചെറിയൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ മെഡിസിൻ എടുത്തിട്ടുള്ളൂ, അല്ലാതെ മെഡിസിൻ തൊട്ടിട്ടില്ല. അപ്പം എന്നിട്ടും കുഞ്ഞിന് വേറെ കുഴപ്പമില്ല, ഒന്നും വരില്ല. ആദ്യം കുട്ടി കഴിച്ചിട്ടേ അമ്മയ്ക്ക് കിട്ടുള്ളൂ. അത്രയും ഇതായിട്ട് കുട്ടിക്ക് ഭക്ഷണം ചെല്ലും. പിന്നെ ഇപ്പൊ തോഫിക്ക് പറഞ്ഞ പോലെ പട്ടിണിയല്ലല്ലോ, ഷുഗർ കൂടാത്ത ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം പോഷകം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് കുത്തിത്തീറ്റിക്കൂലേ, അതും അവസാനം എന്താണ്, ഈ അമ്മ അടുത്ത 10 കൊല്ലം എടുക്കും ഇത് താഴേക്ക് വരാൻ. അതെ. എൻ്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ എങ്ങനെയാണോ മുന്നേറുന്നത് അതുപോലെ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഒബീസിറ്റി അത് കുഞ്ഞുങ്ങളിൽ അത് വളർന്ന് വലുതായി അടുത്ത തലമുറയിലോട്ടും അല്ലെങ്കിൽ അടുത്ത ഒരു രീതിയിലോട്ടും മാറുന്നുണ്ട്. ഈ ഒബീസിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ എവിടെ മുതൽ ഇതിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങണം, ഇത് എങ്ങനെയാണ് ഇത് ആൾക്കാരുടെ തലയിലോട്ട് എത്തുക, എന്താണ് കഴിക്കേണ്ടത്, നമുക്ക് പൊതുവെ വണ്ണമുള്ള കുട്ടികളെയാണല്ലോ ഒരു ഇത്. ബോഡി ഷേമിംഗ് കൊല്ലും. അല്ലെങ്കിൽ ഈ ഡയറ്റ് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ലൈക്ക് നിനക്ക് വണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നീ ഡയറ്റിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. ബാക്കി നോർമലായിട്ടിരിക്കുന്ന ആരും ഡയറ്റിനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കൊടുക്കുന്ന ഭക്ഷണം എന്താണ് എന്നുള്ള കാര്യം ഈ പാരൻസ് ഇപ്പോൾ കുറച്ചൊക്കെ ബോധം വന്നിട്ടുണ്ട്, അവെയറാണ്. അവര് വേണ്ടാന്ന് പറയുമ്പോൾ നിർത്തുക എന്നുള്ളതാണ് ഒരു ബേസിക് റൂള്. അതുപോലെ പുറത്തുള്ള ഭക്ഷണം കൊടുത്ത് ഈ ഇപ്പം എന്താ പറയുക, ഈ പേസ്ട്രീസ് ആയിരുന്നാലും ഫാസ്റ്റ് ഫുഡ് ആയിരുന്നാലും ഒക്കെ എല്ലാം വേണം. കുറച്ച് വെളിയിൽ നിന്നും കഴിക്കണം, വീട്ടിൽ നിന്നും കഴിക്കണം. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി പോകണ്ടേ ജീവിക്കാൻ. അപ്പം ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വീട്ടിൽ നിന്ന് മാത്രം കഴിക്കുന്ന കുട്ടി അതങ്ങനെ ലൈഫ് ലോങ് പോവില്ലല്ലോ. മാക്സിമം ഒരു സ്കൂളിൽ ഒരു 4-5 ക്ലാസ് കഴിയുമ്പോഴേക്കും ട്യൂഷന് പോവും, അപ്പുറത്തിറങ്ങും ഇപ്പുറത്തിറങ്ങും, ഡെഫിനറ്റ്ലി കഴിക്കും. അപ്പം ഒരു കൺട്രോൾ വെക്കുക, ഒന്നും കൊടുക്കണ്ടെന്നല്ല. എഗെയിൻ മധുരം ഒന്ന് പിടിക്കുക. ഒരു ബേസിക് എമൗണ്ട് ഭക്ഷണം കഴിക്കണം. ഇത്ര മാസമുള്ള ഒരു കുട്ടി ഒരു ദിവസം ഇപ്പം 2-3 ഔൺസ് പാല്, 3 ഫീഡ് 4 ഫീഡ് അത് വേണമെന്നുണ്ട്. കാര്യം ആ കുട്ടിക്ക് ആ പാലിൽ നിന്നും ഇതിന്ന് മാത്രം ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ കിട്ടുകയുള്ളൂ, അത് കഴിപ്പിക്കണം. ഇതിന്റെ നമ്മൾ ബോഡി ഷേമിങ്ങിനെ പറ്റി പറയുമ്പോൾ ചിലർക്ക് ഫുഡ് കഴിച്ച് വണ്ണം വെക്കുന്നവരുണ്ട്, ചിലർക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അത് തിരിച്ചറിയാതാണ് ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത് മിക്കവരും. അത് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പഠിക്കണം. അപ്പുറത്തെ ആളുടെ വെയിറ്റ് എത്രയാണോ അത് നിന്റെ കൺസേൺ അല്ല. ഞാൻ എൻ്റെ പ്ലേറ്റിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ഞാൻ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് 90 കിലോയോ 100 കിലോയോ 60 കിലോ ഉണ്ടെങ്കിൽ അത് എൻ്റെ കാര്യം, അതിനെ വിടുക. പിന്നെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെയിറ്റ് എങ്കിൽ ഈ ഭക്ഷണവും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇപ്പം PCOD ഉള്ളവരുണ്ട്. എഗെയിൻ ഞാൻ ഹൈപ്പോതൈറോയിഡിസം ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. കാര്യം ഇപ്പം പണ്ട് 100 പേരെടുത്താൽ 10 പേർക്കുണ്ടെങ്കിൽ ഇന്ന് 60 പേര് പറയുന്നുണ്ട് ഹൈപ്പോതൈറോയിഡിസമായിട്ട് വരുന്നുണ്ട്. ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാൾ കഴിച്ചത് കൊണ്ട് വണ്ണം വെക്കണം എന്നില്ല. ബോഡി ഓൾവേസ് ഒരു
ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ആയിരിക്കാം, ഒരു ബ്ലോട്ടഡ് സ്റ്റേജിലാവുന്നുണ്ട്. അവരുടെ ഭക്ഷണവും ഇതും തമ്മിൽ ഓൾവേസ് ഒരു കണക്ഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഒന്നും അറിയാതെ നീ വലിച്ചു വാരി തിന്നുന്നു, വണ്ണം വെക്കുന്നു എന്ന് പറയുന്നത്, പിന്നെ ഇതേ ആൾക്കാർ തന്നെ മെലിഞ്ഞാലും പറയുമല്ലോ അപ്പം അതിൽ കാര്യമില്ല. പിന്നെ നമ്മുടെ വെയിങ് സ്കെയിലിൽ കാണുന്ന ആ നമ്പർ നമ്മുടെ ഹെൽത്തിനെ ഒരിക്കലും ഡിഫൈൻ ചെയ്യുന്നില്ല. 50 കിലോ ഉള്ള ഹൈ കൊളസ്ട്രോളും ലിവർ എൻസൈം എലിവേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് എനിക്കുണ്ട്. 90-95 കിലോയിൽ ക്ലീൻ ബ്ലഡ് വർക്കുള്ള ക്ലയൻസും ഉണ്ട്. പിന്നെ ഇപ്പം റീസെൻ്റ് ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്, BMI ഒരു മെഷറിംഗ് സ്കെയിലേ അല്ല ഹെൽത്തിൻ്റെ, സീറോ. നമ്മുടെ ബോഡി വെയിറ്റും നമ്മുടെ ഇതും ഒന്നും നമ്മുടെ ഹെൽത്തുമായിട്ട് കണക്ഷൻ ഇല്ല. പിന്നെ ഒബീസിറ്റി വേറെ കാര്യം, ഒബീസിറ്റി കൊണ്ടുവരുന്ന അസുഖങ്ങൾ വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് വണ്ണമുണ്ട് എന്ന് വെച്ച് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്നല്ല. പക്ഷേ ഈ നാട്ടുകാർ പറയുന്നതാണ് പ്രശ്നം, മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അയ്യോ, ഭയങ്കര ഡിപ്രസ്ഡ് ആവൂലേ. അതെ, ഒന്നെങ്കിൽ അവർ എക്സ്ട്രീം ഒരു ഡയറ്റിലോട്ട് പോകും, പട്ടിണി കിടന്ന് ഇത് എങ്ങനെയും കുറച്ച് എനിക്ക് ഈ നാട്ടുകാരുടെ ഈ കേൾക്കുന്നത് തടയണം എന്നുള്ളൊരു അതിലോട്ട് പോകും. അല്ലെങ്കിൽ ചിലർ ഒത്തിരി മെലിഞ്ഞിരിക്കുന്നുണ്ട്, അവരെയും ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കും, പക്ഷേ വണ്ണം വെക്കത്തില്ല. ചിലപ്പോൾ അതൊക്കെ എക്സ്ട്രീം, ഈ വണ്ണം കൂടി ഇരിക്കുന്നവരും കേട്ടിട്ട് പ്രാന്തായിട്ട് ഇരട്ടി കഴിക്കും. അതിൻ്റെ ഒരു സാധനം ഈ സ്ട്രെസ് ഈറ്റിംഗ് അല്ലെങ്കിൽ ഈ എക്സ്ട്രീം ഡയറ്റ്സിൻ്റെ ഒരു പ്രശ്നം എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും? എനിത്തിങ് എക്സ്ട്രീം എന്ന വേർഡ് തന്നെ നമുക്ക് ഉപദ്രവമാണ്. അപ്പം ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, അത്രയും വെയിറ്റ് കൂടുന്നവർ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുന്നതിനോട് കൂടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. ബിക്കോസ് നമ്മുടെ മൂഡ് സ്വിങ്സും നമ്മുടെ ബുദ്ധിമുട്ടുകളും സൈക്കോളജിസ്റ്റ് ഡീൽ ചെയ്യണം. കാര്യം 150 കിലോ 140 കിലോ ആയിട്ടൊക്കെ വരുന്നവരെ വെറുതെ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൊണ്ട് മാത്രം കുറപ്പിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ദുഃഖമാണ്. അപ്പം ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഇതുപോലെ ഈ സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺ റിലീസ് ഉണ്ടാവും. കോർട്ടിസോൾ അഗെയിൻ ഒരു ഹോർമോണാണ്, ഒരു സ്റ്റെറോയിഡ് ഹോർമോണാണ്. അത് നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് ലെവൽസ് നോക്കുമ്പോൾ അത് നോർമലി നോക്കുക രാവിലെ 8 മണി വൈകിട്ട് 4 മണി. കോർട്ടിസോൾ ലെവൽ കൂടിയ ഒരാളുടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, പഫി ഫേസ് ആയിരിക്കും ഈ ഒരു ഏരിയ. അത് എഗെയിൻ ഒരു കൈൻഡ് ഓഫ് പ്രിവെൻറ്റ് യു ഫ്രം ലൂസിങ് വെയിറ്റ്. നമുക്ക് ഒരു ബോഡിയിൽ ഒരു ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരും. ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വന്നാൽ ബ്രെയിനിന് സിഗ്നൽ കിട്ടൂല ബേൺ ഫാറ്റ്. അപ്പം എല്ലാ ഫാറ്റും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും എന്നുള്ളത് ഒരു ബേസിക് ടേംസിൽ പറയുകയാണ്. ഇപ്പോൾ കോർട്ടിസോൾ ലെവൽസ് കൊണ്ടുവരാൻ നമ്മൾ കുറേ കൂടെ റിലാക്സേഷൻ കാര്യങ്ങൾ ചെയ്യണം. ഫുഡ് കറക്റ്റ് ആവണം. ഫുഡ് മാത്രം കറക്റ്റ് ആയാൽ പോരാ, സ്ട്രെസ് ലെവൽസ് ടോട്ടലി നോർമൽ ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പും അവിടെ ആവശ്യം ഉണ്ടാവും. ഈ ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറഞ്ഞു വരുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഈ കുറഞ്ഞു വരുന്നതിനൂടെ തന്നെ പുതുതായിട്ട് കേട്ട് വരുന്നതാണ് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നൊരു തെറാപ്പിയുടെ കാര്യം. അങ്ങനെ ഒരു സാധനം ഇപ്പോൾ അടുത്തായിട്ട് കേൾക്കുന്നുണ്ട്. അതിപ്പം എല്ലാ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസും ഉണ്ടല്ലോ. ടെസ്റ്റോസ്റ്ററോൺ ആണെങ്കിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എല്ലാം. ഇപ്പോൾ സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടിയിരിക്കുമ്പോഴായിരിക്കും മുഖത്ത് മുടി, മീശ. അത് ആണുങ്ങളിൽ കുറയുമ്പോൾ അതിൻ്റെ ഇതുണ്ട്, ഗൈനക്കോമാസ്റ്റിയ എന്നൊക്കെ പറയും, മെയിൽ ബൂബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എപ്പോഴും ഉണ്ട്. എഗെയിൻ അതിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. കാര്യം ഇപ്പം ഈ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HRT എന്ന് പറയും, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അത് കറക്റ്റായിട്ടല്ല ചെയ്തില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ഗിവ് യു ക്യാൻസർ ഇൻ എ ലോങ് റൺ. ഇപ്പം തന്നെ ഈ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നവർ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ബൂസ്റ്റർ ഡോസ് പോലെ എടുക്കുന്നുണ്ട്. അത് ഓൾവേസ് തെറ്റാവണം എന്നില്ല, പക്ഷെ തെറ്റാവാനുള്ള ചാൻസസ് ഒരുപാടാണ്. എല്ലാത്തിനും നമുക്ക് ആവശ്യം ഭക്ഷണമാണ് കറക്റ്റ് ആവുക. ചേച്ചിയുടെ ഒരു കോട്ടുണ്ടല്ലോ, നമുക്ക് കഴിച്ച് മെലിയാം. എക്സാക്ട്ലി, ഈറ്റ് ആൻഡ് ലൂസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഭക്ഷണം കറക്റ്റ് ആണെങ്കിൽ കൂടും. പിന്നെ ആദ്യം ആലോചിക്കേണ്ടത്, ഡു യു നീഡ് ടു ഇൻക്രീസ് യുവർ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് എന്നാണ്. ആവശ്യമുണ്ടോ, എന്തിന്? അത് മെഡിക്കലി ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ചുമ്മാതെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടുക അല്ലെങ്കിൽ ഈസ്ട്രോജൻ കൂട്ടുക, അതൊന്നും നമ്മുടെ ഒരു ബേസിക് ഒരു കാര്യമേ അല്ല ഇതൊന്നും. പക്ഷെ ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വർക്കൗട്ടിന് സ്റ്റാമിന കൂടാനോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എഗെയിൻ, ഡു യു നീഡ് ഇറ്റ്? ഈ ഡയറ്റ് എടുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഡയറ്റിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഇപ്പം നേരത്തെ കീറ്റോ ഡയറ്റ് പറഞ്ഞ പോലെ നമ്മുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ചില ഫാസ്റ്റിങ്ങുകളുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട്. അത് ആരെയും എടുത്ത് പറയാൻ പറ്റുന്നില്ല. എല്ലാ മതത്തിലും അതും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. കണക്ക് ടോട്ടലി നോക്കുമ്പോഴത്തേക്കും 40 ദിവസമോ 45 ദിവസമോ 44 ദിവസമോ അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. എന്നാൽ ഇൻ ജനറലി എല്ലാവർക്കും ഈ ഒരു കാര്യം തന്നെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മുസ്ലിംസിന് നോയമ്പ് തുടങ്ങാറായി, 12 മാസം ഉണ്ടെങ്കിൽ 12 മാസവും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാൾ ഒരു 40 ദിവസം ഒരു ഫാസ്റ്റിങ്ങിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ ലിപ്പിഡ് പ്രൊഫൈൽ താഴേക്ക് വരും.
ലിവർ എൻസൈംസ് കറക്റ്റ് ആവും. അത് ചിലപ്പം അന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ തുടങ്ങിയ ഒരു കാര്യമാവാം. അതിനൊരു റിലീജിയസ് ഇത് വരുമ്പോൾ ആൾക്കാരെല്ലാരും ചെയ്യും. അതായത് ക്രിസ്ത്യൻസിലാണ് അങ്ങനെ ഒരു ഫാസ്റ്റ് 40 ദിവസത്തെ 40 ദിവസത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇതിലാണെങ്കിൽ അല്ല ക്രിസ്ത്യൻസിന്റെ ഫാസ്റ്റിംഗിൽ കംപ്ലീറ്റ്ലി നോൺ വെജ് നിർത്തുന്നു. 50 ദിവസം കഴിക്കാനേ പാടില്ല, വൈകുന്നേരം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒന്നും കഴിക്കൂല. ഇപ്പം രാവിലെ മുഴുവൻ കഴിക്കാതെ രാത്രി കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഡെഫിനറ്റ്ലി കുറയുന്നുണ്ടാവും ഇല്ലേ? കുറേയൊക്കെ രാവിലെ കഴിക്കുന്ന പോലെ കഴിക്കൂല. അങ്ങനെ ഫാസ്റ്റിംഗ് എല്ലാ റിലീജിയനിലും ഉണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ നോക്കിയാൽ തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, നോൺ വെജ് കഴിക്കുന്നില്ല, അതുണ്ട്. അതെല്ലാം റിലീജിയസ് കാര്യങ്ങൾ, കുഴപ്പമില്ല. ഞാൻ ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തത് പട്ടിണി ഇരിക്കുക. അതുമുണ്ട്, ഒരുപാട് പേരുണ്ട് 24 hours ഫാസ്റ്റിംഗ് ഇല്ല. അത് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ എന്നല്ല, എണീറ്റ് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കുക. ഇപ്പം 11 മണിക്ക് എണീക്കുന്ന ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ, ലഞ്ചല്ലേ. കാര്യം രാത്രി മുഴുവൻ നമ്മുടെ ബോഡിയിൽ ഭക്ഷണം ഇല്ല. രാവിലെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫ്യൂവൽ വേണം. ചിലർ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത ഡയറ്റുകൾ പറയും. ലൈക്ക് അല്ല, അത് എഗെയിൻ ഒരു കോൺട്രവേഴ്സി കാര്യമായിരിക്കും. ഈ അടുത്തും ഞാൻ കേട്ടു ബ്രേക്ക്ഫാസ്റ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അതാ ഞാൻ പറഞ്ഞത്, 2 വശമുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയുകയാണ്. ഞാൻ ഡയറ്റ് കൊടുക്കുന്നവർക്കോ എൻ്റെ ക്ലയൻസിനോ ആർക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യിക്കാറില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു കാർബ് സോഴ്സും ഒരു പ്രോട്ടീൻ സോഴ്സും ഉണ്ടാവും. ഇപ്പൊ ഇതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലുള്ള കാര്യം വരുമ്പോഴേ അതിൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യത്തില്ലേ? 100% സ്കിപ്പ് ആവുന്നുണ്ടല്ലോ. 16 hours ആണ് ഫാസ്റ്റിംഗ് വിൻഡോ. നേരെ ലഞ്ചിലേക്ക് പോവാ. എഗെയിൻ ഒരു ബോഡി ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ചെയ്തുകൊണ്ട് മെലിയാനല്ല ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് മെലിയണം നിർബന്ധമില്ല. 8 മണിക്കൂർ കഴിച്ച് 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ കഴിക്കുമ്പോൾ ഒരു പ്രോട്ടീൻ സോഴ്സിൽ തുടങ്ങണം. ഹെൽത്തി ആയിട്ട് കഴിക്കണം. എന്നാലേ ഇതിനൊരു ഗുണം ഉണ്ടാവും. അന്നേരം തൽക്കാലം അവോയ്ഡ് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ സോഴ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഹെൽപ്സ്. റമദാന്റെ കാര്യം പറഞ്ഞപ്പോൾ രാവിലെ മൊത്തം ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് വൈകുന്നേരം അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്ന സമോസയും പരിപ്പോടെ ഉഴുതുവടയൊക്കെയാണ് പുതിയ ട്രെൻഡ്. അതാ ഞാൻ പറയാൻ വന്നേ. അല്ലെങ്കിൽ നോർമലി നിങ്ങൾ തുടങ്ങുന്ന അതിലല്ലോ, ഡേറ്റ്സ് തുടങ്ങും. വളരെ ഹെൽത്തിയാണ് ഡേറ്റ്സ് കഴിക്കുമായിരിക്കും, വെള്ളം കുടിക്കും, പിന്നെ ചിക്കനോ ഫിഷോ അങ്ങനെ പോവും ഇല്ലേ. അപ്പം എഗെയിൻ അവിടെ ഒരു പ്രോട്ടീൻ സോഴ്സാണ്, റിച്ച് പ്രോട്ടീൻ സോഴ്സാണ് ചെല്ലുന്നത്. അത് ഹെൽത്തിയാണ്. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നേരെ പരിപ്പ് കട, കട്ട്ലറ്റ്, ഡീപ്പ് ഓയിൽ ഫ്രൈ ചെല്ലുമ്പോൾ ട്രെൻഡ് മാറി ഇപ്പം ഈ ഒരു രീതിയിലോട്ട് അതിനെ മാറ്റി പലഹാരങ്ങളുടെ ഒരു ഫീസ്റ്റ് ആവുന്നുണ്ട്. അപ്പം എഗെയിൻ അതിന്റെ ഗുണം പോയി. പിന്നെ ഇത്രയും നമ്മൾ നമ്മുടെ ബോഡീനെ കഷ്ടപ്പെടുത്തൊന്നും വേണ്ട. രാവിലെ എണീറ്റിട്ട് എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും, എനർജി ലെവൽസ് കൂടും. ജോലി ചെയ്യുന്ന ഒരാൾ തൂങ്ങി പിടിച്ചിരിക്കൂല. അതുപോലെ ഡിന്നർ, അതായത് നമ്മുടെ സൺസെറ്റിന് മുന്നേ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാത്രി ഒത്തിരി ലേറ്റ് ആവാതെ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതിന്റെ സയന്റിഫിക് സൈഡ് പറയുന്നത് അത് ആയുർവേദമാണ് പറയുന്നത്. ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് അത് പറയുന്നില്ല. എഗെയിൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതല്ല, എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ ടൈമിങ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ 5 മണിക്ക് 6 മണിക്ക് മുമ്പ് ഡിന്നർ കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത. എക്സാക്ട്ലി. പക്ഷെ അതെല്ലാം അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളല്ലേ. ഇതിപ്പം ഒരു 6 മണിക്ക് മുമ്പ് കഴിച്ചു എന്നും പറഞ്ഞ് ശരീരത്തിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമൊന്നുമില്ല. അതെവിടെ ഗുണം വരും എന്നറിയോ? ഇപ്പം നിങ്ങൾക്കൊരു ആസിഡ് റിഫ്ലക്സ് ഉണ്ട്, GERD പോലുള്ള പ്രശ്നമുണ്ട്. അതായത് നമ്മളിങ്ങനെ തികട്ടി ഇങ്ങി വരും. അതായത് ഈ ആസിഡ് നമ്മുടെ ഇത് വഴി ഇതിലേക്ക് വരും. വയറിലെ ലൈനിങ് വളരെ നല്ലതാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് വയറ്റിനകത്തൊന്നും ആവില്ല. പക്ഷെ നമ്മുടെ ഈസോഫാഗസിന് ലൈനിങ് ഇല്ല. അതിനാണ് നെഞ്ചിരിക്കുക എന്ന് പറയുന്നത്. ഇതിങ്ങ് കയറി വരും. അങ്ങനെയുള്ളവര് 6 മണി 7 മണിക്ക് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നല്ലതാണ്. ബൈ ദ ടൈം ദേ സ്ലീപ്പ്, ഡൈജഷൻ കഴിഞ്ഞിരിക്കും. കിടക്കുന്നതിന് മുന്നേ ഉള്ള ടൈമിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അതെന്തെങ്കിലും ഹെൽപ്പ്? ഇപ്പോൾ ഒരു റീസെന്റ് കുറെ റീൽസ് വരുന്നുണ്ട്, രാത്രി ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയും നമ്മുടെ വയറിന് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഭയങ്കര എന്താ പറയാ, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിന് എല്ലാത്തിനെയും എൻസൈംസും എല്ലാത്തിനെയും ഡൈജസ്റ്റ് ചെയ്യണം. അത് ഫ്രൂട്ടാണോ ചിക്കൻ ആണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നോക്കിയിരുന്ന് പ്രശ്നം ഉണ്ടാക്കും. അയ്യോ, രാത്രി ഫ്രൂട്ട്സ് വന്നു, പ്രശ്നമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമുക്ക് അലർജി ഇല്ല, നമുക്കൊരു ഹെൽത്ത് കണ്ടീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആവണ്ട നമ്മുടെ ഭക്ഷണത്തിൽ. ആയിക്കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ അതിപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ കോർട്ടിസോൾ ലെവൽ, അത് എലിവേറ്റഡ് ആക്കും. അതുപോലെ വേറൊരു സാധനമുണ്ട്, ഈ ഇൻസ്റ്റന്റ് നൂഡിൽസും ഒക്കെ. എഗെയിൻ ഇൻസ്റ്റന്റ് നൂഡിൽസിനകത്ത് ഒരുപാട് പ്രോസസ്ഡ് ആണ്, ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. വല്ലപ്പോഴും ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നൂഡിൽസ് കഴിച്ചു എന്ന് പറഞ്ഞൊന്നുമില്ല. നൂഡിൽസിനകത്ത് ചിക്കൻ പീസസ്, മുട്ട അല്ലെങ്കിൽ മീനിൻ്റെ കഷ്ണം എല്ലാം ഇട്ടാൽ പ്രോട്ടീനും ചെല്ലും, അത് കുറച്ചുകൂടെ ഹെൽത്തി ആവും.
ഗ്രീൻ പീസ് ഇടാം വെജിറ്റേറിയൻസ് ആണെങ്കിൽ, കോളിഫ്ലവറോ ക്യാരറ്റോ അങ്ങനെ ആക്കാം. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അതിന് തന്നെ ചിക്കനും കൂടെ വാങ്ങിച്ച് നല്ലതല്ലേ? പുഴുങ്ങിയിട്ട് അങ്ങനെ ഇട്ടാൽ ആ ഒരു നൂഡിൽസിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാം. ബിരിയാണി ഹെൽത്തി അല്ലേ? അൺഹെൽത്തി അല്ല. അൺഹെൽത്തി അല്ല. എഗെയിൻ എത്ര കഴിക്കുന്നു, അതെ, എല്ലാ ദിവസവും കഴിച്ച പ്രശ്നമാണ്. അതാണ് തോഫിക്ക്. നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിലാണ്, ഹൗ യു ഈറ്റ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു സാധാരണ മനുഷ്യൻ, ഈ ബ്ലഡ് ടെസ്റ്റും സംഭവങ്ങളും ഒന്നും അറിയാത്തൊരു മനുഷ്യൻ എന്ത് കഴിക്കാം? ചായ കുടിക്കാൻ രാവിലെ എണീറ്റിട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കുടിക്കുകയാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കാം. രാവിലെ നമ്മുടെ മലയാളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയോ ഇഡ്ഡലിയോ, അത് 3ഉം 4ഉം കഴിക്കുന്നതിന് പകരം 2 ദോശ 2 ഇഡ്ഡലി കഴിക്കാം. വിശപ്പ് മാറുകയാണെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യാം. ഒരു മുട്ട കഴിക്കാം. അപ്പോൾ പ്രോട്ടീൻ സോഴ്സായി, അപ്പോൾ കംപ്ലീറ്റ് മീലായി. ഉച്ചയ്ക്ക് ഒരു പിടി ചോറും നിറയെ കറി. അപ്പോൾ ആ പ്ലേറ്റ് ഇപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്താൽ ഇവിടെ ചോറ്, നിറയെ മീന്, അങ്ങനെ കുറച്ച് പച്ചക്കറി. നിറയെ കറിയിൽ ഒരു പ്രശ്നം വരും, ഈ ഗ്രേവി കൂട്ടി. ഗ്രേവിയിൽ ഒരു പ്രശ്നമില്ല. അത് മെഗെയിൻ ഒരു മിസ്കൺസെപ്ഷനാണ്. ഞാൻ മീൻ കറി കഴിച്ചു, കഷ്ണം കഴിച്ചു, ഗ്രേവി കഴിച്ചില്ല. എന്താണ് ചാറിന് എന്താ പ്രശ്നം? ഞാൻ കുറെ നാളായിട്ട് ചാറ് കഴിക്കുന്ന കുറച്ചായിരുന്നു. കലക്കണക്കിന് ചാറല്ല. ഈ ബൊഫേ ഒക്കെ കഴിക്കാൻ പോകുമ്പോഴും, ഈ കല്യാണത്തിനൊക്കെ ബൊഫേ കഴിക്കാൻ പോകുമ്പോഴും കറിയോട് കൂടി കോരുമ്പോൾ ഇതിനകത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് അതുണ്ട്. ഇപ്പൊ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നതെങ്കിലും ഒരു പിടി ചോറും നിറയെ മീറ്റും കഴിക്കുക. ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക, നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഒരു ദിവസം 1 or 2 മുട്ട കഴിക്കുക, മഞ്ഞയോട് കൂടി കഴിക്കുക. മഞ്ഞയും കൂടെ ഉണ്ടെങ്കിലേ കംപ്ലീറ്റ് നമുക്ക് ന്യൂട്രീഷൻ വാല്യൂ കറക്റ്റ് ആവുള്ളൂ. ഫുൾ പ്രോട്ടീൻ കിട്ടണമെങ്കിൽ മഞ്ഞ കളയണ്ട. മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല. ഓൾവേസ് വില്ലൻ അല്ല. കൊളസ്ട്രോൾ ത്രൂ ഔട്ട് നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൽസിലുണ്ട്. നമ്മുടെ സെല്ലിൻ്റെ വാൾസിന് കൊളസ്ട്രോൾ ആവശ്യമാണ്. 85% ബോഡിക്കകത്ത് തന്നെ ഉണ്ട്. ബാക്കി 15% ഭക്ഷണത്തിൽ നിന്ന് കിട്ടുള്ളൂ. ഡയറ്ററി കൊളസ്ട്രോൾ കൊണ്ട് ഈ കൊളസ്ട്രോൾ കൂടില്ല. 2 മുട്ട സുഖമായിട്ട് കഴിക്കാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് പോവുകയാണെങ്കിൽ 3-4 മുട്ട വിത്ത് യോക്ക് കഴിക്കാം. അത് എന്തുകൊണ്ടാണ് ഈ യോക്ക് ഒഴിവാക്കണമെന്ന് പറയുന്നത്? ജിം ബ്രോസിന്റെ ഡയറ്റ്. മഞ്ഞ കളഞ്ഞിട്ട് മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കണം എന്നല്ലേ പറയുന്നത്? എന്തിനാ മഞ്ഞ കളയുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പം കാലറി കുറച്ച് വ്യത്യാസമില്ലേ, കൂടുതലില്ലേ? വളരെ 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 മിനിമം, വൈറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും. കംപ്ലീറ്റ് പ്രോട്ടീൻ പ്രൊഫൈൽ കിട്ടണമെങ്കിൽ മഞ്ഞയും വേണം. ഇപ്പം എൻ്റെ കുഞ്ഞ് നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന ആൾ, അവൻ മഞ്ഞയോടുകൂടി തന്നെയാണ് കഴിക്കുന്നത്. നമ്മൾ 5-6 മഞ്ഞയല്ല, 2-3 മുട്ടയുടെ മഞ്ഞ ഒരു പ്രശ്നമില്ല. എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ കുറച്ച് നല്ലോണം പ്രോട്ടീൻ വേണം, പച്ചക്കറി വേണം, എന്തെങ്കിലും ഒരു കാർബ് സോസ്, അതായത് ഒരു ഗ്രെയിൻ, എന്തെങ്കിലും അരിയോ ഗോതമ്പോ എന്തെങ്കിലും, ഒരു നല്ല ഫാറ്റ് സോസ് വേണം. ഫാറ്റ് വേണം. നമ്മുടെ വി നീഡ് ഗുഡ് ഫാറ്റ് ടു ബേൺ ബാഡ് ഫാറ്റ്, അത് വേണം. അങ്ങനെ എല്ലാം കൂടെ ആണെങ്കിൽ ഷുഗേഴ്സ് ഏറ്റവും കുറവ്. ഓവർ പ്രോസസ്ഡ് സാധനം വേണ്ട. ഈ ബ്രെഡ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നമില്ല. വൈറ്റ് ബ്രെഡ് കഴിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. ബ്രൗൺ ബ്രെഡ് കഴിച്ചെന്നും പറഞ്ഞ് അത് ഭയങ്കര സംഭവമല്ല. ഈ ബ്രൗൺ ബ്രെഡ് ഭയങ്കര ഹെൽത്തി ആണോ? അല്ല, ബ്രൗൺ ബ്രെഡ് ആണെങ്കിൽ ഹെൽത്തിയാണ്. ഒരുപാട് സ്ഥലത്ത് ബ്രൗൺ ബ്രെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മറ്റേ കാരമലൈസ് ഷുഗർ അതിനകത്താക്കി കളർ മാറ്റി. ഒരു ദിവസം എത്ര കോഫി കുടിക്കാം? 2 കാപ്പി അല്ലെങ്കിൽ 2 ചായ, 3 വരെ. ഒരുപാട് കാപ്പി കൂടിക്കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് ആവും. കാപ്പിയുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, കുടിച്ചു നമ്മളിങ്ങനെ പീക്കിൽ നിൽക്കും, ഭയങ്കര ക്രാഷ് വരും. എഗെയിൻ ഇപ്പോൾ ഒരു പ്രീ വർക്കൗട്ട് എസ്പ്രസോ ഷോട്ട് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോവാം. അല്ലാതെ അതിൽ നമ്മൾ റിലേ ചെയ്യരുത് നമ്മുടെ എനർജി ലെവൽസിൽ. നീ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? വെറുതെ ഇരിക്കുന്ന നോർമലി ജോലി ചെയ്യുന്ന അല്ല ഒരാളാണ്, ഇഫ് യു ആർ നോട്ട് ആൻ അത്ലീറ്റ്, ഒരു 2 to 3 liters, 2.5 to 3 liters. പക്ഷേ എഗെയിൻ ഒരു അത്ലീറ്റ് ആണെങ്കിൽ യു സ്വെറ്റ് മോർ, അപ്പം ഒരു 4 ലിറ്റർ ഒക്കെ കുടിക്കേണ്ടി വരും. എഗെയിൻ ലൈക്ക് ചിലർ പറയും ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം. ബിക്കോസ് ഡൈജഷൻ പോലെ ഇൻജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. വെള്ളം കുടിച്ചാലേ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. അതിനൊരു 12 glasses ഓഫ് വാട്ടർ വേണം. പക്ഷേ ചേച്ചിയുടെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ലൈക്ക് എത്ര ഗ്ലാസ് കുടിക്കുന്നില്ല, നിങ്ങളുടെ ബോഡി ക്യൂസ് നോക്കണം, നിങ്ങളുടെ ബോഡി എപ്പോൾ ദാഹിക്കുന്നു അപ്പം കുടിക്കുക. പക്ഷേ നമ്മുടെ ബോഡിയിൽ ദാഹിക്കുന്നേ ഇല്ലെങ്കിൽ അപ്പം നമുക്ക് അതിനൊരു ഡിസിപ്ലിൻ വേണം. ഒരു 10-12 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഒരുപാട് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശബ്ദിക്കാൻ വരും, പ്രശ്നം വരും, തല കറങ്ങും, വാട്ടർ പോയ്സണിങ്, ടോക്സിസിറ്റി വരും. അതാ പറഞ്ഞത്, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് പോലെ. ഇപ്പം രാവിലെ ഇരുന്നു ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരു 10-12 ഗ്ലാസ് വെള്ളം കുടിക്കുക. വൈകിട്ട് പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 4 liters കുടിക്കണം. ഡീഹൈഡ്രേറ്റഡ് ആവും. ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ദാഹം മാത്രമല്ല, മസിൽ പെയിൻ എല്ലാം വരും. ഇതിൽ ചേച്ചിയുടെ റീൽസിൽ തന്നെ ഒരു പറഞ്ഞിട്ടുള്ള ഭയങ്കര നമുക്ക് മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പൊറോട്ടയുടെയും ബീഫിൻ്റെയും കാര്യം. അപ്പോൾ ഈ പൊറോട്ട ബീഫ് കഴിക്കുന്നത് ഹെൽത്തി ആണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, പല ചർച്ചകളും വന്നിട്ടുള്ള കാര്യമാണ്.
പക്ഷെ അത് എങ്ങനെ കഴിക്കാം? നമുക്കത് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമുള്ളതാണോ ഇല്ലാത്തതാണോ? നമ്മുടെ ഒരു മലയാളിയുടെ ദേശീയ ഭക്ഷണമാണ്. അതെ, കഴിക്കുന്ന രീതിയാണോ പ്രശ്നം? കഴിക്കുന്ന രീതിയാണ് സിമ്പിളായിട്ട് പ്രശ്നം. വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം? എങ്ങനെയും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റൂല, ഞാൻ അന്ന് പറഞ്ഞ പോലെ. പക്ഷേ എഗെയിൻ പൊറോട്ടയും ബീഫും കഴിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല. മൈദ വയറ്റിനകത്ത് പോയിട്ട് വലിഞ്ഞ് പശയൊന്നും ആവില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതിനകത്തുള്ള ലെയേഴ്സ് ആൻഡ് ലെയേഴ്സ് ഓഫ് വെജിറ്റബിൾ ഓയിൽ 1. 2, നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് പ്രിപ്പയർ ചെയ്യുന്ന രീതി ഡീപ്പ് ഓയിൽ ഫ്രൈ ആണ്. എണ്ണയിലിട്ട് എത്രയോ ദിവസം ഉപയോഗിച്ച എണ്ണ. നമ്മളാരും വീട്ടിലല്ലല്ലോ പൊറോട്ടയും ബീഫും കഴിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. ഇതെല്ലാം കഴിക്കാം, പൊറോട്ടയും കഴിച്ചോളൂ, വികാരത്തിലൊന്നും ആരും ഇതാവുന്നില്ല. പക്ഷേ അതും ഇൻ മോഡറേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൊറോട്ടയും ബീഫും അല്ല വില്ലൻ, അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിലാണ്. പിന്നെ രാത്രി കഴിക്കുന്നതിന് ഉച്ചയ്ക്ക് കഴിക്കൂ. രാത്രി പൊറോട്ടയും ബീഫും എല്ലാം കഴിഞ്ഞ് നേരെ പോയി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതിനേക്കാളും ഉച്ചയ്ക്ക് കഴിക്കാം. ആ ഒരു ഡേ ഉണ്ടല്ലോ അങ്ങോട്ട്, അതും നിർത്തണം എന്ന് പറയൂല. പക്ഷേ ബീഫിൻ്റെ കൂടെ അപ്പം നല്ല കോമ്പിനേഷനാണ്, പത്തിരി നല്ല കോമ്പിനേഷനാണ്, ദോശ ബ്യൂട്ടിഫുൾ. അത് എങ്ങനെ എത്ര കഴിക്കുന്നു, എപ്പോൾ ഒക്കെ കഴിക്കുന്നു. ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണ് അത് എങ്ങനെയാണ് ആക്ച്വലി ആരോഗ്യകരമല്ലാതാവുന്നത്? ആരോഗ്യകരമല്ല, അതിനും 2 സൈഡ് ഉണ്ട്. സെൻസിബിളി ഡ്രിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് വലിയ പ്രശ്നം വരേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേരുണ്ട്, ഒരു പെഗ്ഗ 2 പെഗ്ഗ അങ്ങനെ പോകുന്നവരുണ്ട്. ആൽക്കഹോൾ അല്ല പ്രശ്നം, എങ്ങനെ കുടിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ കൂടെ കഴിക്കുന്നത് ബീഫ് വറുത്തത്, ചിക്കൻ വറുത്തത് അങ്ങനെ കഴിച്ചാൽ അതാണ് പ്രശ്നം, മോർ ദാൻ ആൽക്കഹോൾ. ആൽക്കഹോൾ നല്ലതാണെന്നല്ല. ഇപ്പോൾ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ വല്ലപ്പോഴും കുടിക്കുന്നു. സേ എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ സെൻസിബിളി ആൽക്കഹോൾ കൺസംഷൻ ഉണ്ട്, ഫുഡ് ഹാബിറ്റ്സ് വളരെ നല്ലതാണ്, ആഴ്ചയിൽ ഒരു 6 ദിവസം എക്സസൈസ് ചെയ്യുന്നു, അയാൾക്ക് സുഖമായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോവാം. പക്ഷേ ഒരു കൺട്രോളും ഇല്ലാതെ 6 7 കള്ളു കുടിക്കുന്നു, ഈ പറഞ്ഞ പോലെ തോന്നിവാസം ഭക്ഷണം കഴിക്കുന്നു, ഓവർ വെയ്റ്റ് ആണ്, ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അത് പ്രശ്നമാവും. പിന്നെ എഗെയിൻ നമ്മുടെ ബ്ലഡ് വർക്ക്, കൊളസ്ട്രോൾ ഹൈ അല്ല, ലിവർ ഫങ്ഷൻ എല്ലാം മോണിറ്റർ ചെയ്യണം. ഇന്നത്തെ ഒരു ഇതിൽ ഷുഡ് നോട്ട് ഡ്രിങ്ക് എന്ന് പറയുന്നത് എത്രത്തോളം കറക്റ്റ് ആവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളിപ്പം ചെയ്യുന്ന 10 കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ 8 കാര്യവും കംപ്ലീറ്റ്ലി കറക്റ്റായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാം, നമ്മുടെ ആ ഒരു സ്കെലിറ്റണിൽ നിന്നെന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. കള്ളു കുടിക്കണമെങ്കിൽ കള്ളു കുടിച്ചോളൂ. അതായത് ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി പറയുന്നത് ആഴ്ചയിൽ ഒരു വീക്കിൽ 10 to 12 പെഗ്സിൽ കൂടുതൽ പോകരുത്. സ്മോക്കിംഗ് ഞാൻ ആബ്സല്യൂട്ട്ലി നോ പറയുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഡയറ്റ് നോക്കണം, അങ്ങനത്തെ സാധനം വരുമ്പോൾ അത് ഭയങ്കര ചിലർ ഒന്നും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, എന്നെ കൊണ്ട് ഡയറ്റ് നോക്കാൻ പറ്റത്തില്ല, എനിക്ക് അതിനുള്ള ത്രാണിയില്ല, കാര്യം എല്ലാ ദിവസവും ചിക്കൻ വാങ്ങിക്കണം. അൺഹെൽത്തി ഫുഡാണ് മോർ എക്സ്പെൻസീവ്. എഗെയിൻ ഈ ഡയറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളൊരു ഫാൻസി ഭക്ഷണം കഴിക്കുകയല്ല. നമ്മളിപ്പോൾ ഒരു ഡയറ്റ് കൊടുക്കുമ്പോൾ എന്താ പറയുക, ആപ്പിൾ സൈഡർ വിനീഗർ, അവക്കാഡോ ഷേക്ക്, ഇതൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മലയാളി കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറ്, അവിയൽ, തോരൻ, സാമ്പാർ, ചിക്കൻ കറി, ഇതാണ് പറയുന്നത്. അതാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഇപ്പോഴത്തെ അവസ്ഥേനേക്കാളും എക്സ്പെൻസീവ് അല്ല. ഈ എയർ ഫ്രയർ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ എയർ ഫ്രയർ. അത് ചിലർ പറയുമ്പോൾ ഹെൽത്തി അല്ല, ചിലർ പറയും ഹെൽത്തി ആണ്. എയർ ഫ്രയർ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, എയർ ഫ്രയറിൽ നമ്മൾ ചിക്കനോ ഫിഷോ എന്ത് ചെയ്യുകയാണെങ്കിലും അത് കരിയാതിരിക്കുക. ആ മുകളിൽ വരുന്ന ആ ഒരു കറുത്ത ലെയർ ഒരു കാർസിനോജനാണ്, ക്യാൻ കോസ് ക്യാൻസർ ഇൻ എ ലോങ് റൺ. അപ്പം അത് വൈസ്ലി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എയർ ഫ്രയർ ഈസ് ഓൾസോ ഫൈൻ. എഗെയിൻ ഒരു ഭക്ഷണം ചീത്ത ആണ് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ മോശമാണെന്ന് പറയണമെങ്കിൽ ഓയിൽ മാത്രമല്ല. ഇപ്പം എയർ ഫ്രയറിൽ അത് ചെയ്തു എന്ന് പറഞ്ഞ് ഓയിൽ ഇല്ല എന്ന് പറഞ്ഞത് ഹെൽത്തി അല്ല, നിർബന്ധമില്ല. ഈ എയർ ഫ്രയർ ഏറ്റവും മോശമാവും ഈ ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്താൽ. നമ്മൾ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമിലായിരുന്നാലും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പം അതൊന്നും പിന്നെ അതുപോലെ നമുക്ക് ജനറലി ആൾക്കാർക്കുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത്. അതൊരു പരിധിവരെയൊക്കെ പലർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.